ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് +2 കൊമേഴ്സ് +2 കമ്പ്യൂട്ടർ സയൻസുകാരുടെ ചാപ്റ്റർ 6 ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ജാവാസ്ക്രിപ്റ്റ്, അതിനെപ്പറ്റി നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും എല്ലാം കൂടി ബ്രീഫ് ചെയ്തൊരു ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോർഷൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ കൊറോണ ഇഷ്യൂ കാരണം പോർഷൻസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ തന്നെ ഫോക്കസ് ഏരിയനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലെല്ലാ പോർഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നും നല്ലോണം പഠിച്ചിരിക്കുക. കാരണം ഇതിൽ തന്നെ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്, അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പോർഷൻ പോലും വിട്ടുകളയാതെ എല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ജാവാസ്ക്രിപ്റ്റ്, എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിൽ വെച്ച് പ്രോഗ്രാംസ് ചെയ്താന്നൊക്കെയാണ് നോക്കുക. അപ്പോൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ എന്താ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. ഇനി ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അതിൽ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെരിഫിക്കേഷൻസും വാലിഡേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നമ്മൾ കിട്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മൾക്ക് സെർവറിൽ നിന്ന് തന്നെ വരേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നതുണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ സ്വന്തം വെബ് ബ്രൗസറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സെർവറിൽ നിന്ന് വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് എപ്പോഴും എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എപ്പോഴും സെർവറിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിന് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ബ്രൗസറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റണം. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജുകളാണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ. അപ്പോൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുന്നത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിളാണ്. പക്ഷേ VB സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എല്ലാ വെബ് ബ്രൗസറും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ എല്ലാ വെബ് ബ്രൗസറും സപ്പോർട്ട് ചെയ്യുന്ന ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിന് വേണ്ടി നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആർ യൂസ്ഡ് അറ്റ് ദി ക്ലയന്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ്. സെർവർ സൈഡിലും ക്ലയന്റ് സൈഡിലും പലതരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ അവൈലബിൾ ആണ്. ക്ലയന്റ് സൈഡിന് ഉള്ളതാണ് ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഒക്കെ. സെർവർ സൈഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ PHP എന്നൊക്കെ പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സെർവർ സൈഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ക്ലയന്റ് സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ഈവൻ ദോ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് VB സ്ക്രിപ്റ്റ് ആർ ദി 2 ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ജാവാസ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും ക്ലയന്റ് സൈഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് ഈസ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അറ്റ് ദി ക്ലയന്റ് സൈഡ്. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. അതിന് കാരണവുമുണ്ട്. ദ മെയിൻ റീസൺ ഫോർ ദിസ് ഈസ് ദാറ്റ് ദ ജാവാസ്ക്രിപ്റ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഓൾ ബ്രൗസേഴ്സ്. എല്ലാ വെബ് ബ്രൗസറുകളും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ക്ലയന്റ് സൈഡിന് വേണ്ടി ജാവാസ്ക്രിപ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. ഇനി client side scripting languages are used for validations of data at the client side itself. ക്ലയന്റ് സൈഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി വെറുതെ സെർവറിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് ക്ലയന്റ്
സൈഡിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ വെരിഫിക്കേഷൻസും വാലിഡേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ യൂസ് ചെയ്യുക. വെരിഫിക്കേഷൻസ് വാലിഡേഷൻസ് എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ ചില കോളങ്ങളിൽ നമ്പർ എഴുതേണ്ട സ്ഥലത്ത് നമ്പറാണോ, സ്ട്രിങ് എഴുതേണ്ട സ്ഥലത്ത് സ്ട്രിങ് ആണോ, എന്തെങ്കിലും എൻട്രി ചെയ്യാണ്ട് വെറുതെ സെർവറിലോട്ട് പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളുടെ സിസ്റ്റത്തിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വെരിഫിക്കേഷൻസും വാലിഡേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആട്ടെ പിള്ളേരെ. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇനി നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റ് തന്നെ ഒരു പ്രോഗ്രാമായിട്ടല്ല എഴുതുക. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും അതിന് മുമ്പത്തെ ചാപ്റ്ററിലും HTML പഠിച്ച്, അപ്പോൾ HTMLന്റെ കൂടെ എംബഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റും കൂടി എഴുതി കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, HTML എന്ന് പറയുന്നത് വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും ഡിസൈനിങ് പാർട്ടും കോഡിങ്ങും കൂടി കലർത്തി എഴുതാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ HTML കോഡിന്റെ കൂടെ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതുമ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ HTMLന്റെ ഒരു ടാഗ് യൂസ് ചെയ്യണം, സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗ്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിലായിരിക്കണം ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ HTMLന്റെ കൂടെ നമുക്ക് ജാവാസ്ക്രിപ്റ്റും എഴുതി കൊടുക്കാം. പക്ഷേ HTMLന്റെ കൂടെ എഴുതുമ്പോൾ HTMLന്റെ കൂട്ടത്തിൽ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിലായിരിക്കണം ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതാൻ. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ടാണ് ലാംഗ്വേജ്. സ്ക്രിപ്റ്റിന്റെ ഒരു ആട്രിബ്യൂട്ടാണ് ലാംഗ്വേജ്. അപ്പോൾ സ്ക്രിപ്റ്റ് സ്പേസ് ഇട്ട് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ വാല്യൂ ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി കൊടുത്താലേ നമ്മളിപ്പോൾ HTMLന്റെ കൂടെ എഴുതാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് അവിടെ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ HTMLന്റെ കൂടെ ജാവാസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതിയിട്ട് അതിന്റെ ഉള്ളിലായിരിക്കണം ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതി കൊടുക്കാൻ. ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതി കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ HTMLന്റേതായ ടാഗുകളും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് HTMLന്റെ കൂടെ എഴുതാം. എത്ര തവണ എഴുതി കൊടുത്താലും എഴുതി കൊടുക്കുമ്പോൾ അത് സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ HTMLന്റെ ഉള്ളിൽ എത്ര തവണ വേണമെങ്കിലും സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിക്കാം. സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതി കൊടുക്കാൻ. അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് ഈസ് യൂസ്ഡ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റിംഗ് കോഡ് ഇൻ ആൻ HTML പേജ്. HTML പേജിൽ സ്ക്രിപ്റ്റിംഗ് കോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കണം. അത് കൂടാണ്ട് നമ്മൾ ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ദ ലാംഗ്വേജ് ആട്രിബ്യൂട്ട് ഓഫ് സ്ക്രിപ്റ്റ് ടാഗ് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദി നെയിം ഓഫ് ദി സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ്ഡ്. ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് ടാഗിന്റെ കൂടെ ലാംഗ്വേജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും കൂടി നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ വിച്ച് ഈസ് ഈക്വൽ ടു അതിന്റെ വാല്യൂയും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഹിയർ വി യൂസ് JavaScript as the scripting language. Therefore we will give JavaScript as the value for language attribute. അപ്പോൾ ലാംഗ്വേജ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആയിട്ട് JavaScript എന്ന് പറയുന്നതായിരിക്കും നമ്മൾ എഴുതി കൊടുക്കുക. എഴുതി കൊടുക്കേണ്ട സിൻടാക്സ് താഴെ എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു JavaScript എന്ന് എഴുതുക. JavaScriptന്റെ കോഡ് എഴുതി കൊടുക്കുക. സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക. ഇനി ഇതൊരു HTML കോഡാണ്. ഇവിടെ നമ്മളൊന്നും ജാവാസ്ക്രിപ്റ്റിന്റെ ഇതായിട്ടുള്ള ഒരു കോഡിങ്ങും എഴുതിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലോ അതിന് മുമ്പത്തെ ചാപ്റ്ററിലായിട്ട് സാധാരണ ഒരു HTML കോഡ് എഴുതി. എങ്ങനെ എഴുതിയേ? HTML എഴുതി, ഹെഡിന്റെ ഉള്ളിൽ ഞാൻ ടൈറ്റിലായിട്ട് JavaScript എന്ന് എഴുതി കൊടുത്ത് ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്ത് ഹെഡ് ക്ലോസ് ചെയ്ത് ബോഡി ടാഗിൽ വെൽക്കം ടു JavaScript എന്ന് എഴുതി ബോഡി ടാഗ് ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്ത് നമ്മളിത് റൺ ചെയ്യുമ്പോൾ ബോഡി പാർട്ടിൽ എഴുതിയിരിക്കുന്ന വെൽക്കം ടു JavaScript എന്നുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ നമ്മൾ HTML കോഡ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഈ വെൽക്കം ടു JavaScript എന്ന് എനിക്ക് എങ്ങനെയാണ്
ജാവാസ്ക്രിപ്റ്റിൽ എഴുതാന്നുള്ളത് നോക്കാം. HTMLന്റെ കൂടെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ കൂടെ എംബഡ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് പ്രോഗ്രാം ഇരിക്കണേന്ന് നോക്കാം. ഇത് നോക്കിക്കോ, ഇങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കുക. HTML എഴുതി, ഹെഡ് എഴുതി, ടൈറ്റിൽ ജാവാസ്ക്രിപ്റ്റ് വെൽക്കം എന്ന് എഴുതി കൊടുത്ത്, ഹെഡ് എഴുതി, അവിടം വരെ കോമൺ. ബോഡി ടാഗും എഴുതി കൊടുത്ത്. ഇനി നമ്മൾ നേരത്തെ ബോഡി ടാഗിൽ വെറുതെ എഴുതുന്നതിന് പകരം നമ്മൾ HTMLന് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതുന്നതിന് പകരം എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റില് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി കൊടുക്കാൻ നോക്കാം. ബോഡി ടാഗ് എഴുതാം. ഇനി നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ടാഗ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ ജാവാസ്ക്രിപ്റ്റ് എഴുതി അതിന്റെ ഈ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇതിന്റെ ഉള്ളിലായിരിക്കണം ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതാൻ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ C++ൽ മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾക്കൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ശ്രദ്ധിക്കുക, സി ഔട്ട് ഉപയോഗിച്ച് നമ്മൾ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി C++ൽ എഴുതുന്ന പോലെ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണോ എഴുതേണ്ടത് ആ മെസ്സേജ് എഴുതി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സിൽ എന്ത് മെസ്സേജ് ആണോ എഴുതേണ്ടത് ആ മെസ്സേജ് എഴുതി കൊടുക്കുക, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവാണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതേണ്ടത് ക്യാപിറ്റൽ ലെറ്ററിൽ, സ്മോൾ ലെറ്ററിൽ എഴുതേണ്ടത് സ്മോൾ ലെറ്ററിൽ, മിക്സ് ചെയ്തിട്ടാണ് എഴുതേണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ എഴുതേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതേണ്ടത് സ്മോൾ ലെറ്ററിലാണ്. ഡോക്യുമെന്റ് എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ എഴുതുക, ഡോട്ട് റൈറ്റ് എന്നുള്ളത് സ്മോൾ ലെറ്ററിൽ എഴുതുക. കാരണം ജാവാസ്ക്രിപ്റ്റ് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇതിങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ഓപ്പൺ ചെയ്യുക, കണ്ടന്റ് എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. എന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതി കൊടുക്കുക, സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. ഇനി ജാവാസ്ക്രിപ്റ്റിന്റെ പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ്, HTMLന്റെ പ്രോഗ്രാം സേവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. പ്രോഗ്രാമിന്റെ പേര് .html. റൺ ചെയ്യുന്നത് ഇതുപോലെ തന്നെ. നമ്മൾ ഒരു കാര്യം കൂടി പറയാം, നമ്മൾ HTML പ്രോഗ്രാമും C++ന്റെ പ്രോഗ്രാമും എല്ലാം നമ്മൾ ചെയ്യുന്നത് ജീനി എന്ന് പറയുന്ന എഡിറ്ററിലാണ്. ജാവാസ്ക്രിപ്റ്റിന്റെ പ്രോഗ്രാമും നമ്മൾ ചെയ്യുന്നത് ജീനി എന്ന് പറഞ്ഞ എഡിറ്ററിലാണ്. പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, പ്രോഗ്രാമിന്റെ പേര് .html എന്ന് സേവ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ബിൽഡിൽ എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് നിങ്ങൾ കാണുന്നത് വെബ് ബ്രൗസറിലായിരിക്കും. അപ്പോൾ റൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ എഴുതിയിരിക്കുന്ന വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് ഇവിടെ മെസ്സേജ് ആയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ സാധാരണ ഒരു HTML എഴുതുമ്പോൾ ബോഡിയുടെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം ബോഡി ടാഗിന്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ എന്ത് മെസ്സേജ് ആണോ കൊടുക്കേണ്ടത് ആ മെസ്സേജ് ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡായിട്ട് കിട്ടും. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിനെ പറ്റി പറയാം. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഇസ് എ ജാവാസ്ക്രിപ്റ്റ് കമാൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് എ ടെക്സ്റ്റ് ഇൻ ദി ബോഡി സെക്ഷൻ ഓഫ് ദി HTML പേജ്. HTML പേജിൽ ബോഡി സെക്ഷനിൽ ഒരു ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിലായിരിക്കും നമ്മൾ എഴുതി കൊടുക്കുക. Script language is equal to JavaScript tells the browser that the code that follows is a JavaScript code. Script language is equal to JavaScript എന്ന് കാണുമ്പോൾ ബ്രൗസറിനോട് പറയുവാണ് എന്ത്, നമ്മുടെ പ്രോഗ്രാമിൽ സ്ക്രിപ്റ്റ് കോഡായ ജാവാസ്ക്രിപ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യണേന്നുള്ളത്. ഇനി ഒന്ന് രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ് അടുത്തത് കിടക്കുക. The script code is interpreted at runtime by the JavaScript engine. Every browser has a JavaScript engine. JavaScript engine is a virtual machine for executing JavaScript code. When the browser sees a JavaScript code, it is passed to the script engine for processing. The script engine executes the code. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എക്സിക്യൂഷൻ നടക്കുക? എല്ലാ വെബ് ബ്രൗസറിലും, വെബ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്രോം, മോസില്ല, ഓപ്പറ, സഫാരി, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഏത് വെബ് ബ്രൗസറിന്റെയും കൂടെ ഒരു
ജാവ സ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്ന ഒരു മെഷീനും കൂടി ഉണ്ടാവും. ജാവ സ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറഞ്ഞത് ഒരു വെർച്വൽ മെഷീനാണ്. ആ വെർച്വൽ മെഷീന്റെ പ്രത്യേകത, നമ്മൾ എഴുതുന്ന HTML കോഡിൻ്റെ ഉള്ളിൽ ജാവ സ്ക്രിപ്റ്റ് കോഡ് ഉണ്ടെങ്കിൽ ആ ജാവ സ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് തരുന്നത് ജാവ സ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറയുന്ന വെർച്വൽ മെഷീനാണ്. വെർച്വൽ മെഷീൻ ഈ ജാവ സ്ക്രിപ്റ്റ് എൻജിൻ എവിടെ ഉണ്ടാവുക? എല്ലാ വെബ് ബ്രൗസറിൻ്റെയും കൂടെ ജാവ സ്ക്രിപ്റ്റ് എൻജിൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതുന്ന HTML കോഡിൻ്റെ ഉള്ളിൽ ഒരു ജാവ സ്ക്രിപ്റ്റ് കോഡ് ഉണ്ടെങ്കിൽ ആ ജാവ സ്ക്രിപ്റ്റ് കോഡ് വെബ് ബ്രൗസർ ജാവ സ്ക്രിപ്റ്റ് എൻജിന് കൊടുക്കും. എന്നിട്ട് ജാവ സ്ക്രിപ്റ്റ് എൻജിനാണ് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് തന്നത്. അത് ഓർത്തിരിക്കുക. If an HTML page does not contain any JavaScript code, the browser alone is able to render the HTML page. ഇനി JavaScript കോഡ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ബ്രൗസർ തന്നെയായിരിക്കും HTML കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. ആ കാര്യം ഓർക്കുക. എവിടെയാണ് JavaScript എൻജിൻ ഉണ്ടാവുക? JavaScript എൻജിൻ എന്ന് പറയുന്ന വെർച്വൽ മെഷീൻ എല്ലാ വെബ് ബ്രൗസറിൻ്റെയും കൂടെ ഉണ്ടാവും. അപ്പോൾ JavaScriptന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് JavaScript എൻജിൻ. അടുത്തത്, we can use the script code any number of times in between the HTML tag. HTML ടാഗിന്റെ കൂടെ എത്ര തവണ വേണമെങ്കിലും സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിക്കാം. Whenever we use script code, do remember to place them in between script tags. എവിടെയൊക്കെ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് ഉപയോഗിക്കുന്നോ അതിന് മുമ്പ് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് വെച്ച് ഓപ്പൺ ചെയ്യുക. ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതി കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. നമുക്ക് എത്ര കണ്ടന്റ് ടൈപ്പ് ചെയ്യണോ അതെല്ലാം നമുക്ക് സ്ക്രിപ്റ്റ് ലാംഗ്വേജിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം. ഹെഡ് എഴുതി, ഇതിനൊന്നും HTML എഴുതി, ഹെഡ് എഴുതി, ബോഡി എഴുതി, ഇതൊക്കെ HTML ആട്ടെ പിള്ളേരെ. HTMLന്റെ കോഡിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്താന്നാ പറഞ്ഞേ? ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ്. അപ്പൊ HTML എഴുതി, ഹെഡ് എഴുതി, ബോഡി എഴുതി. ഇനി ഞാൻ HTMLന്റെ കൂട്ടത്തില് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതി കൊടുക്കുകയാണെങ്കിൽ ബോഡി ടാഗ് കഴിഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുക്കും സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. ഇത് നിർബന്ധമായിട്ടും എഴുതേണ്ട ഒരു സ്റ്റേറ്റ്മെന്റാണ്. എന്നിട്ട് എനിക്ക് മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാനുണ്ടെങ്കിൽ ഞാൻ എഴുതി കൊടുക്കും ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സിൽ ഹെലോ സ്പേസ് ഇട്ട് വീണ്ടും ഹെലോ. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഹെലോ ഹെലോ എന്ന് കഴിഞ്ഞ് അടുത്ത ലൈനിൽ എന്തെങ്കിലും കണ്ടന്റ് വരാനുണ്ടെങ്കിൽ BR എന്ന് പറയുന്നത് ബ്രേക്ക്, നമുക്ക് അടുത്ത ലൈനിൽ വരാൻ വേണ്ടി നമ്മൾ HTMLന്റെ കൂടെ പഠിച്ച ഒരു ടാഗാണ് BR ടാഗ്. അപ്പോൾ നമ്മളത് ജാവാസ്ക്രിപ്റ്റിന്റെ കൂടെ എഴുതുമ്പോൾ വെറുതെ BR എന്ന് എഴുതി കൊടുക്കാൻ പറ്റില്ല. കാരണം BR എന്ന് പറയുന്നത് HTMLന്റെ ടാഗാണ്. അപ്പോൾ BR ടാഗ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തിലെഴുതി കൊടുക്കുക? ഡബിൾ കോഡ്സിന്റെ ഉള്ളില് BR ടാഗ് എന്ന് എഴുതാം. അല്ലാണ്ട് വെറുതെ BR ടാഗ് എന്ന് എഴുതിയാൽ അത് എറർ ആയിരിക്കും. കാരണം അത് HTML നമ്മൾ ഇതിന്റെ ഉള്ളിൽ എഴുതുന്നതെല്ലാം സ്ക്രിപ്റ്റ് കോഡുകളാണ്. അപ്പോൾ വിത്തിൻ ഡബിൾ കോഡ്സിൽ വേണം BR എന്ന് എഴുതാൻ. എന്നാലേ നിങ്ങൾക്ക് അടുത്ത ലൈനിലോട്ട് ഔട്ട്പുട്ട് വരുള്ളൂ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട് അടുത്ത ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ ഞാൻ ഹായ് എന്ന് എഴുതി സ്പേസ് ഇട്ട് ഹായ് എന്ന് എഴുതി എൻ്റെ എത്ര സ്റ്റേറ്റ്മെന്റുകൾ വേണമെങ്കിലും ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റുകൾ നിരത്തി എഴുതാം. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക, പ്രോഗ്രാം സേവ് ചെയ്യുക. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് BR കൊടുത്തുകൊണ്ട് താഴത്തെ ലൈനുകളിലായിട്ട് ഹെലോ കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ ഹായ് വരും. അപ്പം മനസ്സിലായെന്ന് വിചാരിച്ചു. ഇതൊക്കെ എളുപ്പമായിട്ടുള്ള കുഞ്ഞി ജാവാസ്ക്രിപ്റ്റിന്റെ പ്രോഗ്രാമാണ്. ഇനി അടുത്തതൊന്ന് നോക്കുക കേട്ടാ, എന്താ വ്യത്യാസം എന്ന്. ഇവിടെ ഞാൻ ചെയ്തേക്കണം നോക്കിയേ, ഹെഡ് എഴുതി, ടൈറ്റിൽ എഴുതി, ഹെഡ് ടാഗ് ക്ലോസ് ചെയ്ത്, ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത്, എന്നിട്ട് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഇസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി കൊടുത്ത്, എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ ഹെലോ ഹെലോ എന്ന് എഴുതി BR ടാഗ് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇട്ട്. ഇനി ഈ സ്ക്രിപ്റ്റ് ടാഗ് ഇവിടെ ക്ലോസ് ചെയ്ത്, അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ടാഗ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ട് ഹെലോ ഹെലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ എഴുതുന്നത് എന്തിലായിരിക്കും? പിന്നെ അത് HTML കോഡായിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഇവിടെ BR എഴുതിയപ്പോൾ ഡബിൾ കോഡ്സിൽ എഴുതി. കാരണം അത് ഈ BR എന്തിന്റെ ഭാഗമാണ്? ജാവാസ്ക്രിപ്റ്റിന്റെ ഭാഗമാണ്. ഈ സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്തതോടുകൂടി ജാവാസ്ക്രിപ്റ്റിന്റെ പോർഷൻ കഴിഞ്ഞ്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പേസ് വേണമെങ്കിൽ ഞാൻ BR എന്നിട്ട് കൊടുക്കാം. ഇത് ഈ BR എന്തിൻ്റെയാണ്? ഇത് HTMLന്റെ BR ആയിട്ടാണ് വർക്ക് ചെയ്യുക കേട്ടോ, അതൊന്ന് ഓർക്കുക. എന്നിട്ട് ഞാൻ കൊമേഴ്സിന് എഴുതി, പിന്നെയും BR എഴുതി. ഇതൊക്കെ HTMLന്റെ ഭാഗമാണ്.
അപ്പോൾ ഈ ഒരു ലൈൻ HTML ഭാഗമാണ്. ഇപ്പം ഹലോ കഴിഞ്ഞിട്ട് ഇത്രയും സ്പേസ് വന്നു. ഇത്രയും സ്പേസ് ഹലോ കഴിഞ്ഞിട്ട് ഈ BR കൊടുത്തത് കൊണ്ട് എന്താണ് സ്പേസ് വന്ന്, പിന്നെ ഈ 2 BR കൂടി കൊടുത്തപ്പോൾ മൊത്തം 3 സ്പേസ് വന്നു. എന്നിട്ട് ഈ കൊമേഴ്സ് എഴുതി. കൊമേഴ്സ് കഴിഞ്ഞ് 3 BR കഴിഞ്ഞപ്പോൾ ഇത്രയും സ്പേസ് വന്നു. അപ്പോൾ ഇവിടെ ഈ സ്പേസ് വരാൻ കാരണം എന്താ? ഇവിടെ ഞാൻ 2 BR കൊടുത്തു. ഈ 2 BR HTML ഭാഗമാണ്. ഇവിടെ ഒരു BR കൊടുത്ത്, അത് ജാവാസ്ക്രിപ്റ്റിന്റെ ഭാഗമാണ്. അപ്പോൾ 1 2 3 സ്പേസ് കഴിഞ്ഞിട്ടാണ് ഈ കൊമേഴ്സ് വന്നത്. കൊമേഴ്സ് കഴിഞ്ഞ് വീണ്ടും 3 BR കൊടുത്ത്. ഈ 3 BR HTML ഭാഗമാണ്. അപ്പോൾ ആ 3 BR കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒന്നും കൂടി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് കൊടുത്ത്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതി കൊടുക്കാൻ പോവാ. document.writeൽ ഹായ് എന്ന് എഴുതി കൊടുത്തു. ഈ document.write എന്തിന്റെ ഭാഗമാണ്? ജാവാസ്ക്രിപ്റ്റിന്റെ ഭാഗമായതുകൊണ്ട് ഞാനത് സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ എഴുതി. അപ്പോൾ ഈ പ്രോഗ്രാമിലുള്ള എത്ര പ്രാവശ്യം സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ച്? ഇതൊരു പ്രാവശ്യം ഉപയോഗിച്ച്, ഇവിടെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതണോ ഒരു കുഴപ്പമില്ല. എഴുതുന്നതിന് മുമ്പ് ഈ സ്ക്രിപ്റ്റ് ടാഗ് വെച്ച് തുറക്കുക, കഴിഞ്ഞ് കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് ടാഗ് വെച്ച് ക്ലോസ് ചെയ്യുക, ബോഡി ടാഗ് ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ ഹലോ ഇവിടെ വന്ന്, ഈ കൊമേഴ്സ് ഇവിടെ വന്ന്, ഈ ഹായ് എന്നുള്ളത് ഇവിടെ വന്ന്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. 3 മാർക്കിന് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോർഷനാണ് ജാവാസ്ക്രിപ്റ്റിന്റെ ഡേറ്റ ടൈപ്സ്. നമ്മൾ C++ൽ ഡേറ്റ ടൈപ്സ് പഠിച്ച്, ഫണ്ടമെന്റൽ പഠിച്ച്, ബിൽറ്റിൻ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബിൽറ്റിൻ പഠിച്ച്, യൂസർ ഡിഫൈൻഡ് പഠിച്ച്, ഡിറൈവ്ഡ് പഠിച്ച്, ഇങ്ങനെ അങ്ങനത്തെ ഒരു ഡിവിഷനൊന്നും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ഡേറ്റ ടൈപ്സ് ആണ് ജാവാസ്ക്രിപ്റ്റിനുള്ളത്. നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. അങ്ങനെ 3 ഡേറ്റ ടൈപ്സ് ആണുള്ളത്. 3 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡേറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. മാർക്ക് ചെയ്ത് വെക്കാട്ടാ. ജാവാസ്ക്രിപ്റ്റ് റെഡ്യൂസ് ദിസ് കോംപ്ലക്സിറ്റി ബൈ ലിമിറ്റിംഗ് ദ നമ്പർ ഓഫ് ബേസിക് ഡേറ്റ ടൈപ്സ് ഇൻ ടു 3. ബേസിക് ഡേറ്റ ടൈപ്സ് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി 3 ഡേറ്റ ടൈപ്സേ ജാവാസ്ക്രിപ്റ്റിലുള്ളൂ. ഏതൊക്കെയാണ്? നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. അങ്ങനെ 3 ഡേറ്റ ടൈപ്പാണ് ഉള്ളത്. ഇനി എന്താണ് നമ്പർ ഡേറ്റ ടൈപ്പ്? ഒന്നാമത്തേതാണ് നമ്പർ ഡേറ്റ ടൈപ്പ്. ഓൾ നമ്പേഴ്സ് ഫോൾ ഇൻ ദിസ് 2 category. All positive and negative numbers, all integer and floating point values are treated as the data type number. Thus 27 minus 300, 1.89 minus 0.0082 are examples of number data type. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷനും ഇല്ല. എന്ത് നമ്പർ ആണോ, അത് നെഗറ്റീവ് ആവട്ടെ, പോസിറ്റീവ് ആവട്ടെ, 0 ഉള്ളതാവട്ടെ, പോയിന്റ് ഉള്ളതാവട്ടെ, പോയിന്റ് ഇല്ലാത്തതാവട്ടെ, നിങ്ങൾ എന്ത് നമ്പർ എഴുതുന്നോ ആ നമ്പർ ജാവാസ്ക്രിപ്റ്റിൽ ഏത് കാറ്റഗറിയിൽ പെടുത്തും, ഏത് ഡേറ്റ ടൈപ്പ് പെടുത്തും? നമ്പർ ഡേറ്റ ടൈപ്പ്. -4 എന്ന് എഴുതിക്കോ, അത് നമ്പർ ഡേറ്റ ടൈപ്പാ. +4 എന്ന് എഴുതിക്കോ, അത് നമ്പർ ഡേറ്റ ടൈപ്പാ. 0 എന്ന് എഴുതിക്കോ, അത് നമ്പർ ഡേറ്റ ടൈപ്പാ. -4.3 എന്ന് എഴുതിക്കോ, അത് നമ്പർ ഡേറ്റ ടൈപ്പാ. +8.3 എന്ന് എഴുതിക്കോ, അത് നമ്പർ ഡേറ്റ ടൈപ്പ്. അപ്പൊ നിങ്ങൾ എന്ത് നമ്പർ എഴുതുന്നോ അത് ജാവാസ്ക്രിപ്റ്റിൽ ഏത് ഡേറ്റ ടൈപ്പ് ആയിട്ട് മാറും? നമ്പർ ഡേറ്റ ടൈപ്പ്. ഇത്രയേ ഉള്ളൂ നമ്പർ ഡേറ്റ ടൈപ്പ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ എന്താണ് നമ്പർ ഡേറ്റ ടൈപ്പ് എന്ന് എഴുതുക, അതിന് എക്സാമ്പിളും കൂടി എഴുതുക. ഇതിനൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഡേറ്റ ടൈപ്സ് ചോദിക്കുമ്പോൾ 3 എണ്ണം ഉണ്ട്. നമ്പർ എന്ന് പറയുമ്പോൾ എല്ലാ നമ്പേഴ്സും ഇതിൽ പെടുത്തും. എക്സാമ്പിൾസ് നെഗറ്റീവും പോസിറ്റീവും 0ഉം പോയിന്റ് ഉള്ളതും പോയിന്റ് ഇല്ലാത്തതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് കാണിക്കാം. ഇനി രണ്ടാമത്തെ ഡേറ്റ ടൈപ്പാണ് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ്. Any combination of characters, numbers or any other symbols enclosed within double quotes are treated as string in JavaScript. ഇതിനും വളരെ സിമ്പിൾ ആണ്. ഡബിൾ കോഡ്സിൽ നിങ്ങൾ എന്ത് എഴുതി കൊടുക്കുന്നോ അത് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പാണ്. ഡബിൾ കോഡ്സിൽ നിങ്ങൾ നമ്പർ എഴുതോ, ഡബിൾ കോഡ്സിൽ നിങ്ങൾ ക്യാരക്ടേഴ്സ് എഴുതോ, ഡബിൾ കോഡ്സിൽ നിങ്ങൾ സിമ്പിൾസ് എഴുതോ, ഡബിൾ കോഡ്സിൽ നിങ്ങൾ നമ്പേഴ്സും ക്യാരക്ടേഴ്സും കൂടി കമ്പൈൻ ചെയ്ത് എഴുതോ, സിമ്പിൾസ് മിക്സ് ചെയ്ത് എഴുതോ, എന്തായിക്കോട്ടെ വിത്തിൻ ഡബിൾ കോഡ്സിൽ എഴുതി കൊടുക്കുന്നതെല്ലാം സ്ട്രിംഗ് ഡേറ്റ ടൈപ്പാണ്. എക്സാമ്പിൾ ഡബിൾ കോഡ്സിൽ കേരള, ഡബിൾ കോഡ്സിൽ വെൽക്കം, ഡബിൾ കോഡ്സിൽ സ്കൂൾ, ഡബിൾ കോഡ്സിൽ 1 2 3 4, ഡബിൾ കോഡ്സിൽ മാർക്ക് 20, ഡബിൾ കോഡ്സിൽ AB, ഡോളർ സിമ്പിൾ, അങ്ങനെ എന്ത് സിമ്പിൾ ആയിക്കോട്ടെ, നമ്പർ ആയിക്കോട്ടെ, മിക്സ് ചെയ്ത് എഴുതിക്കോട്ടെ, എല്ലാം എഴുതിയാലും വിത്തിൻ ഡബിൾ കോഡ്സിൽ എഴുതിയാൽ അത് ഏത് കാറ്റഗറിയിൽ പെടും? സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ്. ഇനി അടുത്തതാണ് ബൂളിയൻ ഡേറ്റ ടൈപ്പ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ബൂളിയൻ ഡേറ്റ ടൈപ്പിന് 2 വാല്യൂ ഉള്ളൂ. ബൂളിയൻ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. മിസ് നേരത്തെ പറഞ്ഞതുപോലെ ജാവാസ്ക്രിപ്റ്റ്
കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ബൂളിയൻ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ നമ്മൾ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് എഴുതുമ്പോൾ നിർബന്ധമായിട്ടും സ്മോൾ ലെറ്ററിലായിരിക്കണം ട്രൂ എന്ന് എഴുതുക, സ്മോൾ ലെറ്ററിലായിരിക്കണം ഫോൾസ് എന്ന് എഴുതുക. സ്മോൾ ലെറ്ററിൽ എഴുതുന്ന ട്രൂവും സ്മോൾ ലെറ്ററിൽ എഴുതുന്ന ഫോൾസും മാത്രമേ ബൂളിയൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തുള്ളൂ. നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ ട്രൂ എന്ന് എഴുതിയാലും ക്യാപിറ്റൽ ലെറ്റർ ഫോൾസ് എന്ന് എഴുതിയാലും അത് ബൂളിയൻ ഡേറ്റ ടൈപ്പ് അല്ല. പിന്നെ ഡബിൾ കോഡ്സിൽ നിങ്ങൾ ട്രൂ എന്ന് എഴുതിയാലും ഡബിൾ കോഡ്സിൽ നിങ്ങൾ ഫോൾസ് എന്ന് എഴുതിയാലും അതും ബൂളിയൻ ഡേറ്റ ടൈപ്പ് അല്ല. അത് ഏത് കാറ്റഗറിയിൽ പെടുത്തും? ഡബിൾ കോഡ്സിൽ നിങ്ങൾ എന്ത് എഴുതി കൊടുക്കുന്നോ അത് സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡബിൾ കോഡ്സിൽ ട്രൂ എന്നോ ഡബിൾ കോഡ്സിൽ ഫോൾസ് എന്നോ എഴുതിയാൽ അത് ബൂളിയൻ അല്ല, സ്ട്രിങ് ഡേറ്റ ടൈപ്പ്. അതുപോലെ തന്നെ ബൂളിയൻ ആകണമെങ്കിൽ, ബൂളിയൻ ഡേറ്റ ടൈപ്പിൽ പെടുത്തണമെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. ക്യാപിറ്റൽ ലെറ്ററിൽ ട്രൂ എന്ന് എഴുതിയാലും ക്യാപിറ്റൽ ലെറ്ററിൽ ഫോൾസ് എന്ന് എഴുതിയാലും അത് ബൂളിയൻ ഡേറ്റ ടൈപ്പ് അല്ല. Only two values fall in this category. They are the values true and false. Small letter true, small letter false. Note that the values are not in double quotes. ഒരു കാരണവശാലും double quotes എഴുതാൻ പറ്റില്ല. If they are put inside double quotes, they will be considered as string type. Not only that, like C++, JavaScript is also case sensitive. JavaScript case sensitive ആയതുകൊണ്ട് so we cannot use true and false to represent boolean values. Capital letterൽ true or false എഴുതിയാൽ അതൊരു കാരണവശാലും boolean data type അല്ല. ഇത്രയേ ഉള്ളൂ data types in JavaScript. ഡാറ്റ ടൈപ്സ് ഏതൊക്കെ പിള്ളേരെ? നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. ഏത് നമ്പറിനെയും നമ്പർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ പെടുത്താം. ഡബിൾ കോഡ്സിൽ നിങ്ങൾ എന്ത് എഴുതുന്നോ അത് സ്ട്രിങ് ഡേറ്റ ടൈപ്പിൽ പെടുത്താം. ബൂളിയൻ 2 വാല്യൂ ഉള്ളൂ. സ്മോൾ ലെറ്ററിൽ ട്രൂ എഴുതാം, സ്മോൾ ലെറ്ററിൽ ഫോൾസ് എന്ന് എഴുതിയാൽ അത് ബൂളിയൻ ആണ്. ഡബിൾ കോഡ്സിൽ നിങ്ങൾ ട്രൂ എന്നും ഫോൾസ് എന്നും എഴുതിയാൽ അത് സ്ട്രിങ് ആണ്. വെറുതെ ട്രൂ എന്നും ഫോൾസ് എന്നും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയാൽ അതൊരിക്കലും ബൂളിയൻ ഡേറ്റ ടൈപ്പ് ആവില്ല. ഇനി അടുത്തത് 1-2 എക്സാമ്പിൾസ്. 1, 2, 3 എന്ന് എഴുതിയാൽ ഇതെന്താണ്? ഇത് നമ്പർ ഡേറ്റ ടൈപ്പ്. 5.7 എന്ന് എഴുതിയാൽ നമ്പർ. ഡബിൾ കോഡ്സിൽ A1, 2 എന്ന് എഴുതിയാൽ സ്ട്രിങ്. ഡബിൾ കോഡ്സിൽ ട്രൂ എന്ന് എഴുതിയാൽ സ്ട്രിങ്. ഡബിൾ കോഡ്സിൽ ഫോൾസ് എന്ന് എഴുതിയാലും സ്ട്രിങ്. ട്രൂ എന്ന് വെറുതെ എഴുതിയ ബൂളിയൻ, ഫോൾസ് എന്ന് വെറുതെ എഴുതിയ ബൂളിയൻ. ഡബിൾ കോഡ്സിൽ 1, 2, 3 ABN ഇത് മിക്സ് ചെയ്ത് എഴുതിയാൽ അതെന്താ ഡേറ്റ ടൈപ്പ്? സ്ട്രിങ്. ഇനി നമുക്ക് അടുത്തത് വേരിയബിൾസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നമ്മൾ C++ൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിൻടാക്സ് ആണ് ഡേറ്റ ടൈപ്പ്, വേരിയബിളിന്റെ പേര്, സെമിക്കോളൻ. ഇതാണ് നമ്മൾ C++ൽ ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുക. നമുക്കൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? ഇൻഡ് എ സെമിക്കോളൻ. അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണെങ്കിൽ ഫ്ലോട്ട് എ സെമിക്കോളൻ. ഡേറ്റ ടൈപ്പ് പറയാ, പിന്നെ വേരിയബിളിന്റെ പേര് പറയാ, സെമിക്കോളൻ ഇടുക. ഓരോ ഡേറ്റ ടൈപ്പിനും നമ്മൾ വെവ്വേറെ ഓരോ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഇൻഡ് ആണെങ്കിൽ ഇൻഡ് എന്ന് കൊടുക്കും, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് എന്ന് കൊടുക്കും. എന്നാലേ ആ വേരിയബിൾ ആ ഡേറ്റ ടൈപ്പിലോട്ട് മാറുള്ളൂ. ഇത് C++ന്റെ കാര്യം. പക്ഷേ ജാവാസ്ക്രിപ്റ്റിന്റെ പ്രത്യേകത, ജാവാസ്ക്രിപ്റ്റിന് ഓരോ ഡേറ്റ ടൈപ്പിനും വെവ്വേറെ വേരിയബിൾ ഡിക്ലറേഷൻ അല്ല. നമുക്ക് എത്ര വേരിയബിൾസ് വേണോ ആ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരൊറ്റ കീവേഡേ ഉള്ളൂ, var. VAR. അവിടെയും ശ്രദ്ധിക്കുക, കേസ് സെൻസിറ്റീവ് ആണ്. VAR. വാർ എന്ന് കൊടുക്കുമ്പോൾ അത് സ്മോൾ ലെറ്ററിൽ തന്നെ കൊടുക്കാം. V സ്മോൾ ലെറ്റർ, A സ്മോൾ ലെറ്റർ, R സ്മോൾ ലെറ്റർ. വാർ സ്പേസ് വേരിയബിളിന്റെ പേര്, കോമ അടുത്ത വേരിയബിളിന്റെ പേര്, കോമ അടുത്ത വേരിയബിളിന്റെ പേര്, എല്ലാം കഴിയുമ്പോൾ അവസാനം സെമിക്കോളൻ. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ഓർത്താൽ മതി, ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി വെവ്വേറെ ഡേറ്റ ടൈപ്പുകളൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. ഒരൊറ്റ കീവേഡേ ഉള്ളൂ, വാർ എന്ന് പറഞ്ഞ കീവേഡ്. അത് സ്മോൾ ലെറ്ററിലാണ് കൊടുക്കുക. വാർ സ്പേസ് ഇട്ട് വേരിയബിളിന്റെ പേര് എഴുതി കൊടുക്കുക. ഒന്നിലധികം ഉണ്ടെങ്കിൽ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. എല്ലാം കഴിയുമ്പോൾ അവസാനം സെമിക്കോളൻ ഇടുക. വേരിയബിൾസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് വാല്യൂസ്. വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേരിയബിൾസ് നമുക്ക് വേണം. പ്രോഗ്രാം ചെയ്യാനാണെങ്കിലും വേരിയബിൾസ് വേണം. ഇൻ ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾസ് ക്യാൻ ബി ഡിക്ലെയർഡ് ബൈ യൂസിംഗ് ദി കീവേഡ് var as given below. എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ വേണമെങ്കിൽ var സ്പേസ് എക്സ് സെമിക്കോളൻ. ഹിയർ എക്സ് ഈസ് ദി നെയിം ഓഫ് ദി വേരിയബിൾ. ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് വേണ്ട വേരിയബിളിന്റെ പേര്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്ര വേരിയബിൾ വേണോ അതൊക്കെ കോമിട്ട് കൊടുക്കാം. പക്ഷെ ഡിക്ലെയർ ചെയ്യുന്നത് ഏത് കീവേഡ് ഉപയോഗിച്ചിട്ടാ? var എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട്.
we have used the keywords int, float, char, etc. to declare different types of variables in C++. C++ ഓരോന്നും ഡിക്ലെയർ ചെയ്യുന്ന പല വേരിയബിൾ ഡേറ്റ ടൈപ്പുകൾ കൊടുക്കുമായിരുന്നു. ബട്ട് ഇൻ JavaScript, the same keyword var is used to declare all type of variables. ഏത് ടൈപ്പുള്ള വേരിയബിൾ ആയിക്കോട്ടെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വാർ എന്ന സ്മോൾ ലെറ്ററിൽ എഴുതുന്ന കീവേഡാണ്. സ്പേസ് ഇടുക, എത്ര വേരിയബിൾസ് വേണം അതെല്ലാം കോമ ഇട്ട് കൊടുക്കുക, അവസാനം കഴിയുമ്പോൾ സെമിക്കോളൻ ഇടുക. ഇനി in JavaScript, merely declaring a variable does not define the variable. The variable definition is complete only when it is assigned a value. JavaScript understands the type of variable only when a value is assigned to that variable. Consider the following declaration. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. C++ൽ നമ്മൾ ഇൻഡ് എ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എ എന്ത് ഡേറ്റ ടൈപ്പായി മാറും? ഇൻഡ് ആയിട്ട് മാറും. ഫ്ലോട്ട് ബി എന്ന് പറയുമ്പോൾ ബി എന്ത് ഡേറ്റ ടൈപ്പായിട്ട് മാറും? ബി ആയിട്ട് മാറും. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എത്ര വേരിയബിൾസ് വേണോ ആ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യുന്നത് കോമൺ കീവേഡാ, വാർ എന്ന് പറയുന്ന കീവേഡ്. അപ്പോൾ വാർ എക്സ് കോമ വൈ എന്നുള്ള രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് സെമിക്കോളൻ ഇട്ട്. ഇത് വേരിയബിൾ ഡിക്ലറേഷനാ. ഈ ഡിക്ലറേഷൻ കൊണ്ട് നിങ്ങൾക്ക് എക്സിൽ എന്ത് ഡേറ്റ വൈയിൽ എന്ത് ഡേറ്റ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ വേരിയബിൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് മാത്രം കാര്യം കംപ്ലീറ്റ് ആവില്ല. വേരിയബിൾ ഡിക്ലറേഷൻ കഴിഞ്ഞ് വേരിയബിളിലേക്ക് വാല്യൂ അസൈനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിളിൽ എന്ത് ഡേറ്റയാണ് സ്റ്റോർ ചെയ്യണേ എന്നുള്ളത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇതാണ് ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വൈ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് എന്നിട്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പോവാ. എക്സ് ഈസ് ഈക്വൽ ടു 25 എന്ന് എഴുതി സെമിക്കോളൻ ഇട്ട്. ഇതാണ് വേരിയബിളിന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഡിക്ലെയർ ചെയ്ത് ഇത് എക്സ് ഈസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞ് നമ്മൾ വേരിയബിളിനെ ഡിഫൈൻ ചെയ്ത് എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് 25 എന്ന് പറഞ്ഞ വാല്യൂ അവിടെ അസൈൻ ചെയ്ത് കൊടുത്ത്. ഇനി വൈ എന്ന് പറഞ്ഞ വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് പക്ഷെ വൈയിൽ എന്ത് ഡേറ്റ ടൈപ്പ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പം അറിയില്ല. അപ്പൊ നമ്മളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വൈ ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഇന്ത്യ എന്ന് കൊടുത്ത്. ഇതാണ് നമ്മൾ വാല്യൂ അസൈൻ ടു ദാറ്റ് വേരിയബിൾ. ആ വേരിയബിളിലോട്ട് വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്ത്. ഇങ്ങനെ അസൈൻ ചെയ്യുന്നതോടുകൂടി എക്സ് എന്ന് പറയുന്നത് എന്ത് ഡേറ്റ ടൈപ്പായി മാറി? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഡേറ്റ ടൈപ്പായിട്ട് മാറി. വൈ എന്ന് പറയുന്നത് എന്ത് ഡേറ്റ ടൈപ്പായി മാറി? വൈ എന്ന് പറയുന്നത് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പായിട്ട് മാറി. അപ്പോ in the above example the variable x is of number type and y is of string type. ഈ കേസിൽ x എന്ന് പറയുന്നത് നമ്പർ ഡേറ്റ ടൈപ്പും y എന്ന് പറയുന്നത് സ്ട്രിംഗ് ഡേറ്റ ടൈപ്പായി മാറി. അപ്പോൾ വാർ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ച് നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഡിക്ലെയർ ചെയ്തതിന്റെ കൂട്ടത്തിൽ ആ വേരിയബിളിലോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഒരു വാല്യൂ കൂടി അസൈൻ ചെയ്യുമ്പോഴാണ് ആ വേരിയബിൾ ആ പെർട്ടിക്കുലർ ഡേറ്റ ടൈപ്പായിട്ട് മാറുന്നത്. അപ്പോൾ ഡിക്ലറേഷനും ഡിഫൈനും കഴിഞ്ഞാലേ വേരിയബിളിലോട്ട് വാല്യൂ അസൈൻമെന്റും കൂടി കഴിഞ്ഞാലേ വാല്യൂ കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂം അതിന്റെ ഡെഫിനിഷനും കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡിക്ലറേഷൻ കഴിഞ്ഞ് അതിലോട്ട് വാല്യൂ അസൈനും കൂടി ചെയ്യണം. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിൽട്ട് ഇൻ ഫംഗ്ഷൻ ആണ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ടൈപ്പ് ഓഫ്. ഇങ്ങനെ എഴുതാ ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത് ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യും. ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി ടൈപ്പ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിന്റെ ടൈപ്പ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബിൽട്ട് ഇൻ ഡേറ്റ ടൈപ്പാണ് ടൈപ്പ് ഓഫ്. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഈ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. പ്രോഗ്രാം ഒന്ന് നോക്കാം കേട്ടോ. ഹെഡ് എഴുതി, ബോഡി പാർട്ട് എഴുതി, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി. ഇപ്പൊ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് വാർ. അപ്പോ സ്മോൾ ലെറ്ററിൽ വാർ എന്ന് എഴുതി സ്പേസ് ഇട്ട് എ കോമ ബി കോമ സി കോമ ഡി കോമ ഇ കോമ എഫ് ഇത്രയും വേരിയബിൾസിനെ വാർ ഉപയോഗിച്ച് ഞാൻ ഡിക്ലെയർ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഡിക്ലറേഷൻ കൊണ്ട് മാത്രം വേരിയബിളിലോട്ട് വാല്യൂ വരില്ല. അതത് വേരിയബിളിലോട്ട് ആവശ്യമുള്ള വാല്യൂം കൂടി അസൈൻ ചെയ്ത് കൊടുക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. എ ഇസ് ഈക്വൽ ടു 25, ബി ഇസ് ഈക്വൽ ടു 18.5, സി ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ഇന്ത്യ, ഡി ഇസ് ഈക്വൽ ടു ട്രൂ, ഇ ഇസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിൽ ട്രൂ. എഫ് വരെയുള്ള വേരിയബിൾസിനെ ഞാൻ ഡിക്ലെയർ ചെയ്ത് എന്നിട്ട് ഈ വരെയുള്ള വേരിയബിൾസിനെ ഞാൻ എന്ത് ചെയ്ത് കൊടുത്ത് ഡിഫൈനും ചെയ്തു.
ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം എയിലെ എ ഈക്വൽ ടു 25 നമ്മൾ എ എന്ത് ഡേറ്റ ടൈപ്പായി മാറി നമ്പർ, ബി ഈസ് ഈക്വൽ ടു 18.5 എന്ന് പറയുമ്പോൾ എന്ത് ഡേറ്റ ടൈപ്പായി മാറി 18.5 നമ്പർ തന്നെ. അപ്പൊ ബി എന്ത് ഡേറ്റ ടൈപ്പാ നമ്പർ. ഡബിൾ കോഡ്സിൽ ഇന്ത്യ എന്ന് കൊടുത്തപ്പോൾ സി എന്ത് ഡേറ്റ ടൈപ്പായി മാറി സ്ട്രിങ്. വെറുതെ ട്രൂ എന്ന് എഴുതിയപ്പോൾ ഡി എന്ത് ഡേറ്റ ടൈപ്പായി മാറി ബൂളിയൻ. ഡബിൾ കോഡ്സിൽ ട്രൂ എന്ന് എഴുതിയപ്പോൾ ഈ എന്ത് ഡേറ്റ ടൈപ്പായി മാറി സ്ട്രിങ്. അപ്പൊ നമുക്കറിയാം ഇനി ഇങ്ങനെ ഉള്ളതിന്റെ ഈ എയിലെന്താ ബിയിലെന്താ സിയിലെന്താ ഡിയിലെന്താ ഇയിലെന്താന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഡേറ്റ ടൈപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ടൈപ്പ് ഓഫ്. അപ്പൊ നോക്കിയേ എങ്ങനെ എഴുതണേ നോക്കിയേ, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി ബ്രാക്കറ്റില് എ ഈസ് ഓഫ് ടൈപ്പ്, ഇങ്ങനെ തന്നെ മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരും. എ ഈസ് ഓഫ് ടൈപ്പ്, ഏത് ടൈപ്പാണെന്ന് കാണാൻ വേണ്ടി ഞാൻ വീണ്ടും ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് ടൈപ്പ് ഏതാന്ന് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈപ്പ് ഓഫ്. ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ എഴുതിക്കൊണ്ട് ബ്രാക്കറ്റില് ഇതിന്റെ ടൈപ്പ് നിങ്ങൾക്ക് അറിയേണ്ടത് ഏടയല്ലേ. അപ്പൊ ടൈപ്പ് ഓഫ് എ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോ അല്ലെങ്കിൽ ഈ ഒരു ലൈൻ എഴുതുമ്പോ എന്താ സംഭവിക്കുക, ടൈപ്പ് ഓഫ് എ, ഏത് ടൈപ്പാണ് നമ്പർ. അപ്പൊ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരും എ ഈസ് ഓഫ് ടൈപ്പ്, ഇതെന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും, ടൈപ്പ് ഓഫ് എ എന്താ പിള്ളേരെ നമ്പർ. അപ്പൊ ഇവിടെ നമ്പർ എന്ന് ഉത്തരം വരും. ഇനി ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് ബി ഈസ് ഓഫ് ടൈപ്പ് എന്ന് എഴുതി വരും. എന്നിട്ട് നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് ടൈപ്പ് ഓഫ് ബി എന്ന് കൊടുക്കുമ്പോ ബിയുടെ ടൈപ്പ് എന്താണ്, അപ്പൊ ബി ഈസ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതെന്ത് വെച്ച് റീപ്ലേസ് ആവും, ബിയുടെ ടൈപ്പ് എന്താ പിള്ളേരെ നമ്പർ. അപ്പൊ ബി ഈസ് ഓഫ് ടൈപ്പ് നമ്പർ എന്ന് ഔട്ട്പുട്ട് വരും. അടുത്തത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് സി ഈസ് ഓഫ് ടൈപ്പ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് ടൈപ്പ് ഓഫ് സി, സിയുടെ ടൈപ്പ് എന്താണ്, സിയുടെ ടൈപ്പ് ഡബിൾ കോഡ്സിലെ ഇന്ത്യ എന്ന് എഴുതിയപ്പോ ടൈപ്പ് എന്തായി മാറി സ്ട്രിങ്. ഇനി അടുത്തത് നോക്കാം അതിന്റെ ബാക്കി. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് ഡി ഈസ് ഓഫ് ടൈപ്പ്, ഡി എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ആയിരുന്നു, ടൈപ്പ് ഓഫ് ഡി. ഡി എന്ന് പറയുന്നത് ബൂളിയൻ ആയിരുന്നു. ഡി എന്തായിരുന്നു പിള്ളേരെ നോക്കിയേ, ഡി ട്രൂ. ട്രൂ ഡബിൾ കോഡ്സിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത്, സ്മോൾ ലെറ്ററിൽ ട്രൂ എഴുതുമ്പോൾ അത് എന്ത് ഡേറ്റ ടൈപ്പായി മാറും ബൂളിയൻ. ഔട്ട്പുട്ട് നമുക്ക് അവസാനം നോക്കാട്ടാ. ഇനി അടുത്തത് നോക്കിയേ, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് ഇ ഈസ് ഓഫ് ടൈപ്പ്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് ടൈപ്പ് ഓഫ് ഇ. ഈ എന്ത് ഡേറ്റ ടൈപ്പാ, ഈ ഡബിൾ കോഡ്സില് ട്രൂ എന്ന് എഴുതി. അപ്പൊ ഡബിൾ കോഡ്സിൽ എന്ത് എഴുതുന്നു അത് എന്ത് ഡേറ്റ ടൈപ്പായി മാറും സ്ട്രിങ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ സ്ട്രിങ് ഒന്നും കിട്ടും. അപ്പൊ എഫ് വരെ ഡിക്ലെയർ ചെയ്ത് ഈ വരെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഇനി അടുത്തത് നോക്കുക, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് എഫ് ഈസ് ഓഫ് ടൈപ്പ്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റില് ടൈപ്പ് ഓഫ് എഫ്. ഇവിടെ നമ്മൾ വേരിയബിൾ എഫ് എന്ന് പറഞ്ഞ ടൈപ്പിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ, ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം എഴുതി കഴിഞ്ഞ് സ്ക്രിപ്റ്റും ക്ലോസ് ചെയ്ത് ബോർഡിങ് ക്ലോസ് ചെയ്ത് HTML ക്ലോസ് ചെയ്ത് ഇനി ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ ഔട്ട്പുട്ട് തന്നെ നോക്കാം. ഇതാണ് അതിന്റെ എക്സിക്യൂഷൻ. അപ്പൊ നമ്മൾ എ ഈസ് ഓഫ് ടൈപ്പ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായി. എ ഈസ് ഓഫ് ടൈപ്പ് നമ്പർ അല്ലേ, നമ്പർ ആണ് 25 എന്ന് പറഞ്ഞ നമ്പർ. അടുത്ത നോക്കിയേ, ബി ഈസ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ഓഫ് കൊടുത്തപ്പോൾ ഇവിടെ നമ്പർ എന്ന് വന്നു. നമ്മൾ നമ്പറിന് അടിച്ചു കൊടുത്തതല്ലട്ടെ പിള്ളേർ, ഇവിടെ ടൈപ്പ് ഓഫ് എ എന്നുള്ളത് ഉത്തരം നമ്പർ കിട്ടി. ഇവിടെ ടൈപ്പ് ഓഫ് ബി എന്ന് പറഞ്ഞപ്പോ നമ്പർ 18.5 അല്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ ആൻസർ ബിയുടെ അവിടെ എന്ത് വന്ന് നമ്പർ. ഇനി സി ഈസ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് സി, ഇവിടെ എന്ത് വെച്ച് റീപ്ലേസ് ആയി സ്ട്രിങ്. നോക്കാം നോക്കിയേ, സി ഈസ് ഓഫ് ടൈപ്പ് സ്ട്രിങ്. ഇനി ഇവിടെ നോക്കാം, ഡി ഈസ് ഓഫ് ടൈപ്പ്, ടൈപ്പ് ഓഫ് ഡി. ടൈപ്പ് ഓഫ് ഡി എന്താണ്, ഡിയുടെ ടൈപ്പ് ബൂളിയൻ. ബൂളിയൻ വരാൻ കാരണം എന്താ, ഡി സ്മോൾ ലെറ്ററിൽ ട്രൂ. ഇനി ഇ ഈസ് ഓഫ് ടൈപ്പ്, ടൈപ്പ് ഓഫ് ഇ. ടൈപ്പ് ഓഫ് ഇ എന്താ ഡബിൾ കോഡ്സില് ട്രൂ. അപ്പൊ അതെന്തായി മാറി സ്ട്രിങ്. ഇനിയാണ് ശ്രദ്ധിക്കുക. ഇനി എഫ് ഈസ് ഓഫ് ടൈപ്പ്, ടൈപ്പ് ഓഫ് എഫ്. എഫ് ഇവിടെ എഴുതിയിരിക്കണ നോക്കിയാൽ നമ്മൾ കാണാത്ത ഒരു ഡേറ്റ ടൈപ്പ് അൺഡിഫൈൻഡ്. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചേ, എഫ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് പക്ഷെ ഇവിടെ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ട് ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ളതിന് ജാവാസ്ക്രിപ്റ്റ് പെടുത്തുന്ന കാറ്റഗറിയാണ് അൺഡിഫൈൻഡ്. എപ്പോഴും അൺഡിഫൈൻഡ് വരിക, വേരിയബിൾസ് വാർ ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്തു പക്ഷെ നമ്മൾ അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്തില്ല. അപ്പോ അങ്ങനെയുള്ളതിനെയാണ് ജാവാസ്ക്രിപ്റ്റ് അൺഡിഫൈൻഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് പെടുത്തുക. നോട്ട് ദാറ്റ് ദ variable f is declared but it is not given a value, therefore the script engine is unable to understand its type. JavaScript engine എന്ത് ഡേറ്റ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, so it is declared as undefined.
അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ അങ്ങനെയുള്ള ഡേറ്റ ടൈപ്പുകളെ പെടുത്തുന്ന കാറ്റഗറിയാണ് അൺഡിഫൈൻഡ്. ഇൻ ജാവാസ്ക്രിപ്റ്റ് അൺഡിഫൈൻഡ് ഈസ് എ സ്പെഷ്യൽ ഡേറ്റ ടൈപ്പ്. അതൊരു സ്പെഷ്യൽ ഡേറ്റ ടൈപ്പാണ് ടു റെപ്രസെന്റ് വേരിയബിൾസ് ദാറ്റ് ആർ നോട്ട് ഡിഫൈൻഡ് യൂസിങ് വാർ ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യാത്ത വേരിയബിൾസിന് ജാവാസ്ക്രിപ്റ്റ് പെടുത്തുന്ന കാറ്റഗറിയാണ് അൺഡിഫൈൻഡ്. ഇപ്പോൾ ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പിന്റെ പേരാണ് ടൈപ്പ് ഓഫ്. ഇനി അടുത്തത് ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ C++ കണ്ടമാനം ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. അതിൽ കുറച്ചൊക്കെ ഇവിടെ കോമൺ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കാനുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ തന്നെ പറയുന്ന പേരാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. പിന്നെ ഓപ്പറേറ്റേഴ്സ്, സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ. അരിത്തമാറ്റിക് നമുക്ക് C++ പഠിക്കേണ്ട, അസൈൻമെന്റ് പഠിക്കേണ്ട, റിലേഷണൽ പഠിക്കേണ്ട, ലോജിക്കൽ പഠിക്കേണ്ട. പക്ഷെ ഇതിൽ ചിലതിലൊക്കെ നമ്മൾ C++ പഠിച്ചതല്ല ഇതിൽ വരിക കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ്. ഇത് 5 നമ്മൾ C++ പഠിച്ച ഓപ്പറേറ്റേഴ്സ്. കൂടാണ്ട് നമ്മൾ C++ പഠിച്ച ഇൻക്രിമെന്റും ഡിക്രിമെന്റും കൂടി ഈ ജാവാസ്ക്രിപ്റ്റിൽ വരുമ്പോൾ അത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ കാറ്റഗറിയിൽ പെടുത്തും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ എന്തൊക്കെ വരിക? പ്ലസ് അഡീഷൻ ചെയ്യാൻ, മൈനസ് ഓപ്പറേറ്റർ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ, ഇൻറ്റു ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ, ഡിവിഷൻ ചെയ്യാൻ, മോഡുലസ് ഓപ്പറേറ്റർ റിമൈൻഡർ കണ്ടുപിടിക്കാൻ, റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ കണ്ടുപിടിക്കാൻ മോഡുലസ് ഓപ്പറേറ്റർ. എന്താണ് നമ്പർ അതിന്റെ കൂടെ ഒന്ന് കൂട്ടാൻ പ്ലസ് എന്ന് പറയുന്ന ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. നമുക്കുള്ള വാല്യൂവിൽ നിന്ന് ഒന്ന് കുറയ്ക്കാൻ മൈനസ് ആണ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. ഇതിന്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണോ നമ്മൾ C++ പഠിച്ച അത് തന്നെ ഉള്ളൂ ജാവാസ്ക്രിപ്റ്റിലും. എന്താണ് x ഈസ് ഈക്വൽ ടു y പ്ലസ് 10, x ഈസ് ഈക്വൽ ടു y പ്ലസ് 10 എന്ന് പറഞ്ഞാൽ എന്താ? വൈയുടെ വാല്യൂ എന്താണോ വൈയുടെ വാല്യൂ 15 ആണ്. 15ന്റെ കൂടെ 10 കൂട്ടുമ്പോൾ 25. y മൈനസ് 10, 15ന്റെ വൈയുടെ വാല്യൂ 15, 15 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ 5, 15 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 45, 15/2 എന്ന് പറഞ്ഞാൽ 7.5. അതുപോലെ തന്നെ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ 15, മോഡുലസ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ. പല പ്രാവശ്യം ഫസ്റ്റ് ഇയർ പറഞ്ഞു തന്നേക്കണത് 15 mod 2, 15ല് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് 1. അതാണ് ഇവിടെ റിമൈൻഡർ ആയിട്ട് കാണിക്കുക. ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, അത് 2 ഉണ്ട്. പ്രീ ഇൻക്രിമെന്റ് ഉണ്ട്, പോസ്റ്റ് ഇൻക്രിമെന്റ് ഉണ്ട്. പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും, അതുപോലെ തന്നെ പ്രീ ഡിക്രിമെന്റും പോസ്റ്റ് ഡിക്രിമെന്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രീ ഇൻക്രിമെന്റും പോസ്റ്റ് ഇൻക്രിമെന്റും പ്രീ ഡിക്രിമെന്റും പോസ്റ്റ് ഡിക്രിമെന്റും ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് അതിനെ പറ്റിയൊന്നും കൂടുതൽ മിസ് പറയണില്ല. അപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാ വരിക? പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ്, പ്ലസ്, മൈനസ്. ഇനി അസൈൻമെന്റ് ഓപ്പറേറ്റർ, നമ്മൾ C++ ഒരൊറ്റ അസൈൻമെന്റ് ഓപ്പറേറ്റർ പഠിച്ചോളൂ, ഈക്വൽ ടു. അവിടെ നമ്മൾ അരിത്തമാറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പഠിച്ചതും കൂടി കൂട്ടി ഇവിടെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒറ്റ പേരിലാണ് വരിക. എന്തൊക്കെയാണ്? ഈക്വൽ ടു അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഈക്വൽ ടുവിന്റെ പ്രത്യേകത എന്താ പിള്ളേരെ? A ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ബിയുടെ വാല്യൂ എയിലോട്ട് അസൈൻ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം പല പ്രാവശ്യം പറഞ്ഞു തന്നതാ. A ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ ബിയിൽ എന്താണോ വാല്യൂ അത് എയിലോട്ട് അസൈൻ ചെയ്യുക. ഇനി പ്ലസ് ഈക്വൽ ടു ആഡ് ആൻഡ് അസൈൻമെന്റ്. A പ്ലസ് ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? A പ്ലസ് ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ A ഈസ് ഈക്വൽ ടു A പ്ലസ് B. മൈനസ് ഈക്വൽ ടു A മൈനസ് ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ A ഈസ് ഈക്വൽ ടു A മൈനസ് B. ഇൻറ്റു ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ A ഈസ് ഈക്വൽ ടു A ഇൻറ്റു ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ A ഇൻറ്റു A ഈസ് ഈക്വൽ ടു A ഇൻറ്റു B. ഡിവിഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ A ഡിവിഷൻ ഈക്വൽ ടു B എന്ന് പറയുമ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക? A ഈസ് ഈക്വൽ ടു A ബൈ ബി. മോഡ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? A മോഡ് ഈക്വൽ ടു ബി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്ത പിള്ളേരെ? A ഈസ് ഈക്വൽ ടു A മോഡ് ബി. അപ്പോൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മോഡ് ഈക്വൽ ടു. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. എങ്ങനെയാണോ അതിൽ വർക്ക് ചെയ്യുക അതുപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിലും വർക്ക് ചെയ്യുക കേട്ടോ. ഇനി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റർ അതിൽ പഠിച്ച പോലെ തന്നെ എന്താണ്? ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു. അങ്ങനെ
എന്താണ് ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു, അങ്ങനെ 6 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. C++ലും അങ്ങനെ തന്നെ. ശ്രദ്ധിക്കേണ്ട കാര്യം, റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞ പ്രത്യേകത എന്താ, LHSലെ വാല്യൂം RHSലെ വാല്യൂം ഈക്വൽ ആണോ അല്ലയോ. അപ്പൊ A ഡബിൾ ഈക്വൽ ടു B, ഇതിന്റെ ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. Aയുടെ വാല്യൂ ഇവിടെ 10 കൊടുത്തിട്ടുണ്ട്, Bയുടെ വാല്യൂ 3 കൊടുത്തിട്ടുണ്ട്. അപ്പം 10 ഡബിൾ ഈക്വൽ ടു 3 ആണോ, അല്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫോൾസ് കിട്ടും. A നോട്ട് ഈക്വൽ ടു B, ഈക്വൽ അല്ലെങ്കിൽ ട്രൂ. അപ്പൊ 10 നോട്ട് ഈക്വൽ ടു 3 ശരിയല്ലേ, അപ്പൊ ട്രൂ കിട്ടി. A ലെസ് ദാൻ B, യുടെ വാല്യൂ 10 ലെസ് ദാൻ 3 ഫോൾസ്. 10 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 3, 10 ലെസ് ദാനും അല്ല ഈക്വലും അല്ല ബിനോട്, അപ്പൊ അതും ഫോൾസ്. A ഗ്രേറ്റർ ദാൻ B, യുടെ വാല്യൂ 10 ഗ്രേറ്റർ ദാൻ 3 ശരിയല്ലേ, അപ്പൊ ട്രൂ. 10 ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 3, അതും ശരി, ട്രൂ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിലേഷണൽ ഓപ്പറേറ്റർ C++ പഠിച്ച 6 തന്നെയാണ്. ഔട്ട്പുട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ഇനി അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. C++ പഠിച്ച അതേ ലോജിക്കൽ ഓപ്പറേറ്റർ തന്നെ, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. അപ്പോൾ A ആൻഡ് B രണ്ടും ട്രൂ ആണെങ്കിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും ട്രൂ ആണെങ്കിൽ, ആൻഡ് ഓപ്പറേറ്ററിൽ രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ കിട്ടുള്ളൂ. ഇവിടെ എയുടെ വാല്യൂ ട്രൂ, ബിയുടെ വാല്യൂ ഫോൾസ്. അപ്പോൾ ട്രൂ ആൻഡ് ഫോൾസ് വരുമ്പോൾ ഉത്തരം എന്താ കിട്ടുക, ഫോൾസ്. A ഓർ B ഒരെണ്ണം ട്രൂ ഒരെണ്ണം ഫോൾസും ആണെങ്കിൽ ഓർ ഓപ്പറേറ്ററിൽ ട്രൂ ആയിരിക്കും കിട്ടുക. ഓർ ഓപ്പറേറ്ററിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ ട്രൂ കിട്ടും. ആൻഡ് ഓപ്പറേറ്ററിൽ രണ്ടും ട്രൂ ആയാലേ ട്രൂ കിട്ടുള്ളൂ. നോട്ട് A ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ട്രൂ എന്നാണ്. അപ്പൊ നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ, നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പം നോട്ട് എയുടെ വാല്യൂ ഇവിടെ ട്രൂ അല്ല കൊടുത്തിരിക്കണേ. അപ്പൊ നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം കിട്ടുക, ഫോൾസ്. നെഗേഷൻ, നോട്ട്, എന്താണ് കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഇൻവേർട്ട് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് നോട്ടിന് വരിക. ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് എന്നും ചോദിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് പ്ലസ് ഓപ്പറേറ്റർ, സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റർ. പ്ലസ് ഓപ്പറേറ്ററിന്റെ പ്രത്യേകത, പ്ലസ് ഓപ്പറേറ്ററിന് 2 വർക്കിംഗ് ഉണ്ട്. എന്താണ്, പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്യാം, പ്ലസ് ഓപ്പറേറ്ററുകൾ ഉപയോഗിച്ച് സ്ട്രിങ്ങുകളെ ആഡ് ചെയ്യാം. അപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് യൂസ്ഡ് ടു ആഡ് 2 നമ്പേഴ്സ്, 2 നമ്പറുകളെ ആഡ് ചെയ്യാം. യൂസ്ഡ് ടു ആഡ് 2 strings also. സ്ട്രിങ്ങുകൾ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ആഡിങ് 2 strings മീൻസ് കോൺകാഡിനേറ്റിംഗ് 2 strings. ഒരു സ്ട്രിങ് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ രണ്ടാമത്തെ സ്ട്രിങ് കൂട്ടി യോജിപ്പിച്ച് എഴുതുന്നതിനാണ് കോൺകാഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്യാന്ന് പറയും. അപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ ആണ് സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്ററായ പ്ലസ് ഓപ്പറേറ്ററിന് 2 വർക്കിംഗ് ഉണ്ട്. പ്ലസ് ഓപ്പറേറ്ററിന്റെ വർക്കിംഗ് ആണ്, ഒന്ന് നമ്പർ അഡീഷനും രണ്ടാമത്തത് സ്ട്രിംഗ് അഡീഷനും. അത് എക്സാമ്പിൾ സഹിതം പഠിക്കാം. അത് എക്സാമ്പിൾസ് മിസ് ഓരോന്നോരോന്നായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്പർ അഡീഷന്റെ എക്സാമ്പിള് വാർ ഉപയോഗിച്ച് 2 കീവേഡ് യൂസ്, 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് വാർ എക്സ് കോമ വൈ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് എക്സ് ഈസ് ഈക്വൽ ടു 5, എക്സിൽ 5 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്ത് വൈയില് 7 എന്ന് പറഞ്ഞ നമ്പർ കൊടുത്ത്, എന്നിട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, ഇസഡിലോട്ട് എക്സും വൈയും കൂടി ആഡ് ചെയ്ത്. അപ്പൊ എന്താ ആൻസർ കിട്ടുക, എക്സ് എന്ന് പറയുന്നത് നമ്പറാണ്, വൈ എന്ന് പറയുന്നതും നമ്പറാണ്. അപ്പൊ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ 12 എന്നുള്ളൊരു ആൻസർ കിട്ടും. ഇതാണ് എന്ത്, ഈ പ്ലസിൽ ഇവിടെ എന്താ സംഭവിച്ചേ, നമ്പറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പൊ ഇത് നമ്പർ അഡീഷൻ. ഇനി അടുത്തതാണ് സ്ട്രിംഗ് അഡീഷൻ. അതേ വേരിയബിൾ തന്നെ വാർ എക്സ് കോമ വൈ, എക്സില് ഡബിൾ കോഡ്സിൽ ഗുഡ് എന്നും വൈയില് ഡബിൾ കോഡ്സിൽ മോർണിംഗ് എന്നും കൊടുത്തു. അപ്പോൾ ഗുഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിംഗ്, മോർണിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിംഗ്. അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇവിടെ പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, എക്സ് എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ കൂടെ വൈ എന്ന് പറഞ്ഞ സ്ട്രിങ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ അപ്പൻഡ് ചെയ്ത് അല്ലെങ്കിൽ കോൺകാഡിനേറ്റ് ചെയ്ത്. അപ്പൊ എന്താ സംഭവിക്കുക, എക്സിൽ എന്തുണ്ടായേ, ഗുഡ്, അതിന്റെ കൂടെ മോർണിംഗും കൂടി അപ്പൻഡ് ചെയ്ത് എഴുതി. അപ്പോൾ ഔട്ട്പുട്ട് എന്താ കിട്ടി, ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഗുഡ് മോർണിംഗ് കിട്ടും. അപ്പൊ ഇവിടെ പ്ലസ് എന്തായിട്ട് വർക്ക് ചെയ്തേ, 2 സ്ട്രിങ്ങുകളെ ആഡ് ചെയ്യാൻ. അപ്പോൾ സ്ട്രിംഗ് അഡീഷൻ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് പ്ലസ് ഓപ്പറേറ്റർ.
അപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് നമ്പറിനെ ആഡ് ചെയ്യാം, സ്ട്രിങ്ങിനെയും ആഡ് ചെയ്യാം. ഇനി ഇതിൽ തന്നെ 1-2 കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ഒന്ന് നോക്കാം. ഇവിടെ നോക്കി, നേരത്തെ പറഞ്ഞ പോലെ var x, y 2 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത്, എന്നിട്ട് x is equal to ഡബിൾ കോഡ്സിൽ 23 എന്ന് പറഞ്ഞ് ഒരു വേരിയബിൾ ഒരു വാല്യൂ അസൈൻ ചെയ്ത്. ഈ ഡബിൾ കോഡ്സിൽ 23 എന്ന് എഴുതുമ്പോൾ അത് എന്ത് ഡേറ്റ ടൈപ്പായി മാറും? 23 എന്ന് പറഞ്ഞത് ഒരു നമ്പറാണ്, പക്ഷെ അത് ഡബിൾ കോഡ്സിൽ 23 എന്ന് എഴുതുമ്പോൾ അത് എന്ത് ഡേറ്റ ടൈപ്പായി മാറും? സ്ട്രിങ് ആയിട്ട് മാറും. അതാണ് ശ്രദ്ധിക്കുക. എക്സിൽ അപ്പൊ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രിങ് ഡേറ്റ ടൈപ്പാ. y ഈസ് ഈക്വൽ ടു 5, അപ്പൊ ഇത് വൈയിൽ എന്ത് ഡേറ്റ ടൈപ്പാ? നമ്പർ. അപ്പോ ഒരെണ്ണം സ്ട്രിങ്ങും ഒരെണ്ണം നമ്പറും. അപ്പൊ z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ആൻസർ അവിടെ കിട്ടുക? എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ നമ്പർ തമ്മിൽ ആഡ് ചെയ്യോ സ്ട്രിങ് തമ്മിൽ ആഡ് ചെയ്യോ? അപ്പോ അതിന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരെണ്ണം നമ്പറും ഒരെണ്ണം സ്ട്രിങ്ങും വന്നാൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? രണ്ടും സ്ട്രിങ് ആയിട്ട് എടുക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2, 3, 5. അല്ലാണ്ട് ആഡ് ചെയ്ത് നമ്പർ ആഡ് ചെയ്തിട്ടുള്ള ഉത്തരം 23 + 5 which is equal to 28 എന്നല്ല കിട്ടുക. ഒരെണ്ണം സ്ട്രിങ്ങും ഒരെണ്ണം നമ്പറും ആണെങ്കിൽ രണ്ടും സ്ട്രിങ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 2, 3യുടെ കൂടെ 5 കൂടി അപ്പൻഡ് ചെയ്യും. 5 കൂടി എന്തായിട്ട് എടുക്കും? സ്ട്രിങ് ആയിട്ട് എടുക്കും. അപ്പോൾ 2, 3 കൂട്ടത്തിൽ രണ്ടാമത്തെ സ്ട്രിങ് ആയ 5 കൂടി ആഡ് ചെയ്യുമ്പോൾ ആൻസർ 2, 3, 5 എന്നേ കിട്ടുള്ളൂ. കാരണം if plus operators is any one operand as string, ഏതെങ്കിലും ഒരെണ്ണം സ്ട്രിങ് ആണെങ്കിൽ it will treat both the operands as string type, രണ്ടും സ്ട്രിങ് ആയിട്ട് എടുക്കും. and concatenate the string to get the result 2, 3, 5. ഇവിടെ 2, 3, 5 കിട്ടാൻ കാരണം 2, 3യുടെ കൂടെ 5 കൂടി അപ്പൻഡ് ചെയ്യുമ്പോൾ സ്ട്രിങ് അഡീഷൻ ആയിട്ടേ ഇത് എടുക്കുള്ളൂ. സപ്പോസ് വി വാണ്ട് ടു ആഡ് x and y in the form of numbers. എനിക്ക് 23 + 5 which is equal to 28 എന്ന് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് മാറ്റമാണ് വരുത്തുക? ഇവിടെ എന്താ സംഭവിച്ചേ? 5 ഓൾറെഡി നമ്പർ തന്നെ, പക്ഷെ 23 എന്താണ്? സ്ട്രിങ് ആണ്. അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രിങ്ങിനെ നമ്പർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിലെ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്. Suppose we want to add x and y in the form of numbers, we can rewrite the last statement as follows. ഈ സ്റ്റേറ്റ്മെന്റ് z is equal to x plus y എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണം. x എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? സ്ട്രിങ്. അതിനെന്താക്കി മാറ്റണം? നമ്പർ ആക്കി മാറ്റണം. അപ്പോൾ സ്ട്രിങ്ങിനെ നമ്പർ ആക്കാൻ, 23 എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ നമ്പർ ആക്കാൻ ഈ എക്സ് നമ്പർ ആക്കണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താക്കി കൊടുക്കുക? z is equal to നമ്പർ എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. എന്തിനു വേണ്ടിയിട്ട് ഈ നമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ? സ്ട്രിങ്ങിനെ നമ്പർ ആക്കാൻ. അപ്പൊ നമ്പർ ഓഫ് ബ്രാക്കറ്റിൽ എക്സ്, എക്സിനെയാണ് നമ്പർ ആക്കേണ്ടത്. y ഓൾറെഡി നമ്പർ, അപ്പൊ അതിന് യാതൊരു മാറ്റവും വരുത്തണ്ട. ഈ എക്സ് ആണ് സ്ട്രിങ് ആയിരുന്നത്. അപ്പം എക്സിനെ നമ്പർ ആക്കാൻ വേണ്ടി എക്സിന്റെ മുമ്പ് നമ്പർ ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്പർ എന്ന് പറയുന്നതിന്റെ ഈ n ക്യാപിറ്റൽ ആയിട്ട് വേണം കൊടുക്കാൻ, അത് ശ്രദ്ധിക്കുക. അപ്പം z is equal to നമ്പർ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എക്സിനെ നിങ്ങൾ സ്ട്രിങ് ആയിരുന്നതിനെ നമ്മൾ നമ്പർ ആക്കി മാറ്റി. അപ്പോൾ 23 എന്ന് പറഞ്ഞ സ്ട്രിങ് ഇവിടെ മാറി നമ്പർ ആവും. അപ്പൊ 23 പ്ലസ് 5 ആണ് 5. അപ്പൊ 23 plus 5 which is equal to 28. After executing the above statement, the variable z will have the value 28. അങ്ങനെ നമുക്ക് സ്ട്രിങ് മാറി അവിടെ നമ്പർ ആയപ്പോൾ 23 + 5 which is equal to 28 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ആദ്യം നമ്മൾ പഠിച്ച ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, ഇവിടെ അടുത്ത ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് നമ്പർ ഓഫ്. നമ്പർ ഓഫ് ഈസ് എ ഫംഗ്ഷൻ in JavaScript that converts a string data type containing numbers to number data type. സ്ട്രിങ്ങിലുള്ള നമ്പേഴ്സിനെ നമ്പർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇനി അടുത്തത്
കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമ്മൾ 7th ചാപ്റ്ററിൽ C++ൽ കഴിഞ്ഞ കൊല്ലം പഠിച്ച് ജാവാസ്ക്രിപ്റ്റ് C++ൽ if else else if ladder nested if switch അതുപോലെ തന്നെ for while do while എന്നൊക്കെ പറഞ്ഞ കുറേ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കി. ഇവിടെ നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന അതിൽ കുറച്ച് കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ നമ്മൾ നോക്കുക. എല്ലാം പഠിക്കാനില്ല C++ലെ പോലെ. ഇതിലാകെ ഇത്രയേ ഉള്ളൂ. ഈഫ് ഉണ്ട്, ഈഫ് എൽസ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഫോർ ഉണ്ട്, വൈൽ ഉണ്ട്. എങ്ങനെയാണോ C++ൽ ഈഫും ഈഫ് എൽസും സ്വിച്ചും ഫോറും വൈലും വർക്ക് ചെയ്യണേ അതേപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിലും ഇതെല്ലാം വർക്ക് ചെയ്യണേ. അതുകൊണ്ടാണ് മിസ് കഴിഞ്ഞോളം എടുത്തപ്പോൾ പറഞ്ഞേ സിൻടാക്സും വർക്കിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അടുത്തോളം എളുപ്പമെന്ന് പറഞ്ഞില്ലേ. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ C++ൽ എങ്ങനെയാണോ ഈഫും ഈഫ് എൽസ് ഒക്കെ വർക്ക് ചെയ്തേ അതുപോലെ തന്നെയാണ് അതിന്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ ഏകദേശം സിമിലർ ആണ്. അവിടെ C++ ആയിരുന്നെങ്കിൽ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി നമുക്ക് ഓരോന്നിന്റെ സിൻടാക്സ് നോക്കാം. ഈഫിന്റെ സിൻടാക്സ് എങ്ങനെ നിങ്ങൾ അതിൽ പഠിച്ച പോലെ തന്നെ ഈഫ് ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ചെയ്ത കേളി ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യുക. ഈഫ് ഇതെങ്ങനെ വർക്ക് ചെയ്യുക? ഈഫ് എങ്ങനെ വർക്ക് ചെയ്യും പിള്ളേരെ? ഈഫ് നിങ്ങൾ കൊടുക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ? ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. നിങ്ങൾ കൊടുക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും വർക്ക് ചെയ്യില്ല. ഇനി ഈഫ് എൽസ്. ഈഫ് എൽസിന്റെ സിൻടാക്സ് ആണ് ഇവിടെ കിടക്കണേ. ഈഫ് എൽസിന്റെ സിൻടാക്സ് ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൽസ് ചെയ്ത കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ചെയ്ത കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈഫ് എൽസിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ ഈഫ് വർക്ക് ചെയ്യും അല്ലെങ്കിൽ എൽസ് വർക്ക് ചെയ്യും. ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ നിങ്ങൾ എഴുതിയിരിക്കുന്ന ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ട്രൂ അല്ലെങ്കിൽ എന്താ വർക്ക് ചെയ്യുക? എൽസ് പോർഷനിൽ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വർക്ക് ചെയ്യുക. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചിട്ട് ഈഫ് എൽസ് വർക്ക് ചെയ്യണത് നോക്കാം. ഇവിടെ ബോഡി ടാഗ് എഴുതി സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസിക്കൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്നിട്ട് ഒരു കീവേഡ് യൂസ് ചെയ്ത് വാർ സ്കോർ എന്ന് പറഞ്ഞ ഒരു കീവേഡ് ഉപയോഗിച്ചു. സ്കോറിലേക്ക് 35 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 35. എന്നിട്ട് ഇവിടെ ഈഫ് എൽസിന്റെ വർക്കിംഗ് അവിടെ എഴുതിയിരിക്കുന്നത് ഈഫ് സ്കോർ ഈസ് ലെസ് ദാൻ 30. നിങ്ങൾ എഴുതിയിരിക്കുന്ന സ്കോറ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്കോറ് 30 താഴെയാണെങ്കിൽ മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ സ്റ്റുഡന്റ് ഈസ് ഫെയിൽഡ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 30 താഴെയാണെങ്കിൽ നിങ്ങൾ തോറ്റു എന്നുള്ള മീനിങ്. അല്ലെങ്കിൽ 30 മുകളിലാണെങ്കിൽ എൽസില് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ സ്റ്റുഡന്റ് ഈസ് പാസ്ഡ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇത്രയും പോർഷൻ ഈ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റിന്റെ ഉള്ളിലായിരിക്കണം. കാരണം ഈ വാറും ഇതൊക്കെ നമ്മൾ എന്തിലാണ് എഴുതിയിരിക്കണേ? ജാവാസ്ക്രിപ്റ്റിൽ. അപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് നിർബന്ധമായിട്ടും സ്ക്രിപ്റ്റ് ലാംഗ്വേജിന്റെ ഉള്ളിലായിരിക്കണം എഴുതാൻ. അപ്പൊ ഇവിടെ ഒന്ന് നോക്കി, നമ്മളിവിടെ 35 ആണ് സ്കോറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെ സംഭവിക്കുക? ഈഫ് 35 ഈസ് ലെസ് ദാൻ 30. 35 30 കുറവാണോ? അല്ല. അപ്പൊ ഈ പോർഷൻ വർക്ക് ചെയ്യില്ല. പകരം എന്താ വർക്ക് ചെയ്യുക? എൽസ് പോർഷനിലുള്ള ഈ സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുക. അപ്പൊ 30 കൂടുതലാണ് 35 എന്ന് പറഞ്ഞ മാർക്ക്. അതുകൊണ്ട് നിങ്ങൾ തോക്കുമല്ല ചെയ്തേ, ജയിച്ച്. ഇങ്ങനെയാണ് ഈഫ് എൽസ്. C++ന്റെ അതേ വർക്കിംഗ് തന്നെ. അപ്പൊ ഈഫ് നോക്കി, ഈഫ് എൽസ് നോക്കി. അടുത്തതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിൻടാക്സ് എങ്ങനെയാണ്? സ്വിച്ച് ചെയ്ത ബ്രാക്കറ്റിൽ എക്സ്പ്രഷൻ ചെയ്ത കേളി ബ്രാക്കറ്റിൽ കേസ് കോൺസ്റ്റന്റ് കേസ് വാല്യൂ 1 കോളൻ ഇടുക, സ്റ്റേറ്റ്മെന്റ് ചെയ്ത ബ്രേക്ക് ചെയ്ത, അടുത്ത കേസ് ചെയ്ത കോളൻ ഇടുക, അടുത്ത സ്റ്റേറ്റ്മെന്റ് ചെയ്ത ബ്രേക്ക് ചെയ്ത, എല്ലാം കഴിയുമ്പോൾ ഡീഫോൾട്ട് ചെയ്ത അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്ത കേളി ബ്രാക്കറ്റ് അവിടെ ക്ലോസ് ചെയ്യാം. നമ്മൾ C++ന്റെ അതേ സിൻടാക്സ്. ഈ സ്വിച്ച് ഇവിടെ സ്വിച്ചിന്റെ എക്സ്പ്രഷൻ ചെയ്ത കേസുകളെല്ലാം ചെയ്ത ഡീഫോൾട്ട് ചെയ്ത, ഓരോ കേസ് കഴിയുമ്പോഴും ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരും. അങ്ങനെയല്ല, ഏതെങ്കിലും പെർട്ടിക്കുലർ കേസ് മതി. അതുകൊണ്ടാണ് ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? ബ്രേക്ക് ചെയ്ത്. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയേക്കുക. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് വാർ n ഈസ് ഈക്വൽ ടു 2. എന്നിന്റെ ഉള്ളില് 2 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുക. ഇനി എന്താ സംഭവിക്കുക? ഇനി ഒന്ന് നോക്കുക. സ്വിച്ച് എന്നിലിരിക്കുന്ന വാല്യൂ 2 ആണ് ട്ടാ. കേസ് 1 ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ 1 എന്ന് പ്രിന്റ് ചെയ്യിക്കുക, ബ്രേക്ക് കൊടുക്കുക. കേസ് 2 ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ 2 എന്ന് എഴുതുക, ബ്രേക്ക് ചെയ്ത, ഡീഫോൾട്ടിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ 0 എന്ന് എഴുതി. ഇവിടെ എന്താ? എന്നിന്റെ വാല്യൂ 2 അല്ലേ? അപ്പൊ കേസ് എന്നിന്റെ വാല്യൂ ഇവിടെ 2 വരും. ഈ 2 ഈക്വൽ ടു 1 ആണോ? അല്ല. അപ്പൊ ഇത് വർക്ക് ചെയ്യോ? ഇല്ല. ഇവിടെ 2 ഈക്വൽ ടു ഈ കേസ് നോക്കും. അപ്പൊ ഇത് ഈക്വൽ. അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിൽ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ
എന്ന് പറഞ്ഞ വേരിയബിൾ 2 വാല്യൂ കൊടുത്തുകൊണ്ട് ഈ കേസ് 2 ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരിക. ഇത് മിസ് ഇത്തിരി വേഗം പറയാൻ ഇതൊക്കെ നമ്മൾ C++ൽ പഠിച്ച അതേപോലെ തന്നെയാണ്. സ്വിച്ചിൻ്റെ ഉള്ളിലെ എക്സ്പ്രഷൻ കേസുകളായിട്ട് ഓരോന്ന് എഴുതുക, ഓരോ കേസ് കഴിയുമ്പോൾ ബ്രേക്ക് ചെയ്താൽ എല്ലാം കഴിയുമ്പോൾ ഡീഫോൾട്ട് ചെയ്താൽ കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ഒരു കേസും സാറ്റിസ്ഫൈ ചെയ്യണില്ലെങ്കിൽ മാത്രം ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഇനി അടുത്തതാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആയ ഫോർ ലൂപ്പ്. C++ന്റെ അതേ സിൻടാക്സ് ഫോർ ചെയ്ത ബ്രാക്കറ്റിൽ ഇനിഷ്യലൈസേഷൻ സെമിക്കോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമിക്കോളൻ അപ്ഡേഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കേളി ബ്രാക്കറ്റിൽ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എങ്ങനെ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുക? ആദ്യം ഇനിഷ്യലൈസേഷൻ, എന്നിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ ബോഡി പാർട്ട് വർക്ക് ചെയ്യും. ബോഡി പാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻ നടക്കും. അപ്ഡേഷൻ നടന്നാൽ വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി പാർട്ട് വർക്ക് ചെയ്യും. ബോഡി പാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അപ്ഡേഷൻ നടക്കും. അങ്ങനെ എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ തെറ്റിപ്പോണത് അപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തോട്ട് പോകും. ഇത് ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇവിടെ ബോഡി ടാഗിന് സ്ക്രിപ്റ്റ് ലാംഗ്വേജസുകളിൽ ജാവാസ്ക്രിപ്റ്റ് var i, s 2 വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി ഫോർ ഐയുടെ വാല്യൂ 1 മുതൽ ലൂപ്പ് വർക്ക് ചെയ്യണത് ഐയുടെ വാല്യൂ 1 മുതൽ i ലെസ് ദാൻ ആർ ഈസ് ഈക്വൽ ടു 10 വരെ i++ ഫോർ ലൂപ്പ്. s ഈസ് ഈക്വൽ ടു i ഇൻറ്റു i. s എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ദി സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 10 നമ്പർ. ആദ്യത്തെ 10 നമ്പറിന്റെ സ്ക്വയർ ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആദ്യത്തെ 10 നമ്പർ കിട്ടാൻ വേണ്ടിയാണ് ഐയുടെ വാല്യൂ 1 മുതൽ 10 വരെ കൊടുത്തത്. ഐയുടെ വാല്യൂ 1 മുതൽ 10 വരെ കൊടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്തേക്കുക 1 into 1, 2 into 2, 3 into 3 അങ്ങനെയല്ലേ കിട്ടുക. അപ്പം 1ഉം 2ഉം 3 ഒക്കെ എങ്ങനെ മാറി മാറി വരിക? ഐ എന്ന് പറഞ്ഞ വേരിയബിളിലല്ലേ മാറി മാറി വരിക. അപ്പോൾ s ഈസ് ഈക്വൽ ടു ഈ ഒരൊറ്റ സ്റ്റെപ്പ് എഴുതിയാൽ മതി i ഇൻറ്റു i. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 1 ലെസ് ദാൻ 10 ആണ്. അപ്പോൾ ഇവിടെ 1 into 1 1 വരും. അത് എസ്സിൽ സ്റ്റോർ ചെയ്യും. s പ്രിന്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെ 1 പ്രിന്റ് ചെയ്യും. br നെക്സ്റ്റ് ലൈനിൽ i++ വരും. ഐയുടെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പോൾ വീണ്ടും s ഈസ് ഈക്വൽ ടു 2 into 2 4 വരും. 4യുടെ പ്രിന്റ് ചെയ്യിക്കും. നെക്സ്റ്റ് ലൈനിൽ 3 into 3 അങ്ങനെ അപ് ടു എവിടം വരെ വരും 10 വരെ വരും. അപ്പോൾ ഇനിഷ്യലൈസേഷൻ, ഇത് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇത് അപ്ഡേഷൻ. ഇനിഷ്യലൈസേഷൻ ട്രൂ ആണെങ്കിൽ ബോഡി എന്താണ് ടെസ്റ്റ് എക്സ്പ്രഷൻ നോക്കും. ട്രൂ ആണെങ്കിൽ ബോഡി പാർട്ട് വർക്ക് ചെയ്യും. ബോഡി പാർട്ട് വർക്ക് ചെയ്യുന്ന അപ്ഡേഷൻ നടക്കും. വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ബോഡി പാർട്ട് വർക്ക് ചെയ്യും. അങ്ങനെ എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവിടെ എപ്പോഴാണ് തെറ്റിപ്പോവാ? ഐയുടെ വാല്യൂ 10 കഴിഞ്ഞ് 11 ആകുമ്പോൾ 11 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ല. അപ്പോൾ ഇത് തെറ്റിപ്പോയി. അപ്പോൾ നേരെ പുറത്തോട്ട് വരും. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യും, ബോഡി ക്ലോസ് ചെയ്യും, HTML ക്ലോസ് ചെയ്യും. അപ്പോൾ 1 to 10 വരെയുള്ളതിന്റെ സ്ക്വയർ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9 അങ്ങനെ അപ് ടു 10ന്റെ സ്ക്വയർ 100 വരെയാണ്. ഇതാണ് നിങ്ങളുടെ ഇതാണ് ഫോർ ലൂപ്പ്. ഇനി അടുത്തത് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിന്റെ സിൻടാക്സ് ആദ്യം ഇനിഷ്യലൈസേഷൻ, എന്നിട്ട് വൈൽ എഴുതുക. വൈൽ സ്മോൾ ലെറ്ററിലാട്ടെ പിള്ളേരെ. വൈൽ എഴുതുക, ബ്രാക്കറ്റിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബോഡി പാർട്ട്, കേളി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ അപ്ഡേഷൻ, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതെങ്ങനെ വർക്ക് ചെയ്യുക? ആദ്യം ഇനിഷ്യലൈസേഷൻ, അത് കഴിഞ്ഞ് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ ബോഡി പാർട്ട് വർക്ക് ചെയ്യും. ബോഡി പാർട്ട് കഴിഞ്ഞ് അപ്ഡേഷൻ നടക്കും. അപ്ഡേഷൻ കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ട്രൂ ആണെങ്കിൽ ബോഡി പാർട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് അപ്ഡേഷൻ നടക്കും. എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ തെറ്റിപ്പോകുന്നത് അപ്പം ലൂപ്പിൽ നിന്ന് പുറത്തോട്ടു. അപ്പം നേരത്തെ ചെയ്ത അതേ പ്രോഗ്രാം തന്നെ നമ്മൾ വൈൽ ലൂപ്പ് വെച്ച് ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജസ് ജാവാസ്ക്രിപ്റ്റ് 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് മറ്റേത് ഒരുമിച്ച് കൊടുക്കുന്നതിന് പകരം ഇവിടെ ആദ്യം ഇനിഷ്യലൈസേഷൻ കൊടുത്ത് i ഈസ് ഈക്വൽ ടു 1 മുതൽ 10 വരെയുള്ളതിന്റെ സ്ക്വയേഴ്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ 1 എന്ന് കിട്ടാൻ വേണ്ടി ആദ്യം ഇനിഷ്യൽ വാല്യൂ 1 കൊടുത്ത് എവിടം വരെ പോകണം? 10ന്റെ സ്ക്വയേഴ്സ് വരെ കിട്ടുന്നത്. അപ്പോൾ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് ടെസ്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് കൊടുത്ത്. ഇനി ബോഡി പാർട്ടിൽ s ഈസ് ഈക്വൽ ടു i ഇൻറ്റു i ചെയ്ത് എന്നിട്ട് s പ്രിന്റ് ചെയ്യിപ്പിച്ച് ബ്രേക്ക് കൊടുത്ത് ഇനി എന്തുകൊണ്ട് എഴുതണ്ട? അപ്ഡേഷൻ എഴുതണ്ട. i++1 മാറി 2 ആവണ്ടേ? ആദ്യം ഇനിഷ്യലൈസേഷൻ, പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ബോഡി പാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ അപ്ഡേഷൻ i++. എന്നിട്ട് വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണോ നോക്കും. ഞാൻ സ്പീഡിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടാട്ടെ പിള്ളേരെ. അപ്പോൾ ഇതാണ് വൈൽ ലൂപ്പിന്റെ സിൻടാക്സ്. ഇതാണ് ഇതിന്റെ ഇനിഷ്യലൈസേഷൻ, ഇതാണ് ഇതിന്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇത്രയുമാണ് ഇതിന്റെ ബോഡി പാർട്ട്, ഇതാണ് അതിന്റെ അപ്ഡേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺട്രോൾ സ്ട്രക്ചേഴ്സ്. എന്തൊക്കെ പഠിക്കാണ്ട്? ഈഫ് എൽസ്, സ്വിച്ച്, ഫോർ, വൈൽ. 5 എണ്ണത്തിന്റെ സിൻടാക്സ് C++ന്റെ അതുപോലെ തന്നെ വർക്കിങ്ങും എക്സാക്ട്ലി സെയിം ആണ്. ഇത് ഡേറ്റ ടൈപ്സ് പഠിച്ച പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. വിത്ത് എക്സാമ്പിളോട് കൂടി തന്നെയാണ് ചോദിക്കുക.
ജാവാസ്ക്രിപ്റ്റിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫങ്ഷൻസ്, ഓരോ പർപ്പസിന് വേണ്ടി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസ് ആണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. നമ്മൾ ആരും ഡിഫൈൻ ചെയ്തേക്കുന്നതല്ല, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻ ആയതുകൊണ്ട് എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ എഴുതണം. കാരണം ജാവാസ്ക്രിപ്റ്റ് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് എങ്ങനെയാണോ അതിൽ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് അതേപോലെ തന്നെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററൊക്കെ കറക്റ്റായിട്ട് തന്നെ എഴുതിയാലേ ഈ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് വർക്ക് ചെയ്യുള്ളൂ. ഉറപ്പായിട്ടും ഇതിലുള്ള എല്ലാ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും വിത്ത് എക്സാമ്പിളോട് കൂടി തന്നെ പഠിച്ചിരിക്കുക. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അലേർട്ട് എന്ന് പറഞ്ഞ ബിൽറ്റ് ഇൻ ഫങ്ഷൻ ഉണ്ട്, അത് സ്മോൾ ലെറ്ററിൽ എഴുതാം. ഈസ് നാൻ, ഈസ് കഴിഞ്ഞിട്ട് എൻ ക്യാപിറ്റൽ എ, അടുത്ത എന്നും ക്യാപിറ്റൽ. ടു അപ്പർ കേസ് ഓഫ്, ടു ലോവർ കേസ് ഓഫ്, ക്യാർ അറ്റ് ഓഫ്, ലെങ്ത് പ്രോപ്പർട്ടി. ഇത്രയുമാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പഠിക്കാനുള്ളത്. ഇതെല്ലാം ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. ലെങ്ത് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ്. പഠിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുക. എല്ലാം എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്, സ്മോൾ ലെറ്ററിലാണെങ്കിൽ സ്മോൾ ലെറ്ററിൽ, മിക്സ് ചെയ്താണെങ്കിൽ മിക്സ് ചെയ്ത്, ഇതെല്ലാം അതുപോലെ തന്നെ വേണം നമ്മൾ എഴുതാൻ, എന്നാലേ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റിൽ ഓരോ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ഫങ്ഷൻസിനെയാണ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയുക. ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് അലേർട്ട് ഫങ്ഷൻ. ALERT എന്ന് പറയുന്ന ഫങ്ഷൻ. സ്മോൾ ലെറ്ററിൽ വേണം അലേർട്ട് ഫങ്ഷൻ എഴുതാൻ. എന്തിനു വേണ്ടിയിട്ട് അലേർട്ട് യൂസ് ചെയ്യണമെന്ന്. ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ മെസ്സേജ് ഓൺ ദി സ്ക്രീൻ. ഫോർ എക്സാമ്പിൾ ദ സ്റ്റേറ്റ്മെന്റ്. എങ്ങനെ അലേർട്ട് എഴുതേണ്ടത്, അലേർട്ട് സ്മോൾ ലെറ്ററിൽ അലേർട്ട് എന്ന് എഴുതാം, ബ്രാക്കറ്റിൽ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ ഇടാം. സാധാരണ നമുക്ക് മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടി ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നുള്ളത് എഴുതാം. അത് സാധാരണ റൺ ചെയ്യുമ്പോൾ ബ്രൗസറിൽ വെറുതെ വരും. അതിന് പകരം എനിക്കൊരു മെസ്സേജ് ഇങ്ങനെ ഒരു ബോക്സിൽ പോലെ വന്ന് താഴെ ഒരു ഓക്കെ ബട്ടണോട് കൂടി ഇങ്ങനെ ഒരു മെസ്സേജ് ബോക്സിൽ ഒരു പോപ്പപ്പ് ബോക്സ് പോലെയാണ് വരേണ്ടതെങ്കിൽ ഞാൻ എന്താണോ എഴുതേണ്ട മെസ്സേജ് അത് അലേർട്ടിന്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ എഴുതി കൊടുത്താൽ ആ മെസ്സേജ് അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പോപ്പപ്പ് ഇതിൽ വരുന്ന മെസ്സേജ് പോലെ വരാൻ വേണ്ടി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് അലേർട്ട് ഓഫ്. ALERT സ്മോൾ ലെറ്ററിൽ എഴുതാ, ബ്രാക്കറ്റിൽ മെസ്സേജ് എഴുതിയാൽ ഇങ്ങനെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് പോപ്പപ്പ് ആയിട്ട് വരും. രണ്ടാമത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ഈസ് നാൻ ഓഫ്. ഈസ് നാനിന്റെ 2 എന്നും ക്യാപിറ്റൽ, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ. NAN നോട്ട് എ നമ്പർ എന്നുള്ളൊരു മീനിങ്. നോട്ട് എ നമ്പർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ വാല്യൂ ഈസ് എ നമ്പർ ഓർ നോട്ട്. നിങ്ങൾ എഴുതുന്നത് ഒരു നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈസ് നാൻ ഓഫ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട് എ നമ്പർ. എപ്പോഴാണ് നോട്ട് എ നമ്പർ? ഈസ് നാൻ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. എപ്പോഴാ ട്രൂ കിട്ടുക? ദ നമ്പർ the function returns true if the given value is not a number. ശ്രദ്ധിക്കുക, പേരിൽ തന്നെ ഉണ്ട് not a number. നമ്പർ അല്ലെങ്കിൽ ട്രൂ, സ്ട്രിംഗ് ആണെങ്കിൽ നമ്പർ അല്ലെങ്കിൽ ട്രൂ. The function returns true if the given value is not a number. നമ്പർ അല്ലെങ്കിൽ not a number, നമ്പർ അല്ലെങ്കിൽ ട്രൂ. എന്താണ്? നമ്പർ ആണ് നിങ്ങൾ എഴുതുന്നത്, ഈസ് നാൻ ഓഫ്, ഉള്ളിലൊരു നമ്പർ ആണ് കൊടുക്കണമെങ്കിൽ അത് ഉറപ്പായിട്ടും ഫോൾസ് എന്നുള്ള ഉത്തരവായിരിക്കും കിട്ടുക. നമ്പർ അല്ലാത്ത എന്ത് കൊടുത്താലും നിങ്ങൾക്ക് ട്രൂ എന്ന് കിട്ടുക. അപ്പോ ഈസ് നോട്ട് എ നമ്പർ, ഓർക്കാൻ എളുപ്പം, നമ്പർ ആവാൻ പാടില്ല. നമ്പർ ആണെങ്കിൽ ഫോൾസ്, നമ്പർ അല്ലാത്തത് കൊടുത്താൽ ട്രൂ. അങ്ങനെ ഓർക്കാം, നോട്ട് എ നമ്പർ, നമ്പർ ആയാൽ ഫോൾസ്, നമ്പർ അല്ലാത്തത് കൊടുത്താൽ ട്രൂ. ഇനി നമുക്ക് നോക്കാം, ട്രൂ ആയിട്ടുള്ള 1-2 വാല്യൂസ് ആണ് ഇവിടെ കൊടുക്കുക. ഈസ് നാൻ ഓഫ് എങ്ങനെ എഴുതി കൊടുക്കുക? ഈസ് നാൻ ഓഫ് ബ്രാക്കറ്റിൽ വെൽക്കം എന്ന് കൊടുത്താൽ, വെൽക്കം എന്നുള്ളത് നമ്പർ ആണോ? അല്ല, അപ്പൊ അത് സ്ട്രിംഗ് ആണ്, അപ്പൊ നിങ്ങൾക്ക് ട്രൂ എന്ന് കിട്ടും. ഈസ് നാൻ ഓഫ് ഡബിൾ കോട്ട്സിൽ A1 2 3 ഇതും ഒരു സ്ട്രിംഗ്, അപ്പോഴും നിങ്ങൾക്ക് ട്രൂ എന്ന് കിട്ടും. ഈസ് നാൻ ഓഫ് ഡബിൾ കോട്ട്സ് സ്കോർ 50 അതും നമ്പർ അല്ല, അപ്പൊ ട്രൂ എന്ന് കിട്ടും. ഈസ് നാൻ ഓഫ് ഡബിൾ കോട്ട്സിലെ അത് നമ്പർ അല്ല, അപ്പൊ നിങ്ങൾക്ക് ട്രൂ കിട്ടും. ഇനി എപ്പോഴാ ഫോൾസ് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈസ് നാൻ ഓഫ് ഡബിൾ കോട്ട്സിൽ 13. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈസ് നാന്റെ ഉള്ളില് ഡബിൾ കോട്ട്സ് ഇട്ട് എഴുതിയാലും ഡബിൾ കോട്ട്സ് ഇല്ലാണ്ട് എഴുതിയാലും നമ്പർ മാത്രം ഉള്ളെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. അത് തലയിൽ
ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈസ് നാൻ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ ഒരു നമ്പറാണ് എഴുതുന്നത്, അത് ഡബിൾ കോഡ്സിലോ അല്ലാതെയോ നമ്പർ മാത്രം ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഫോൾസ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കിയ പിള്ളേരെ, ഈസ് നാൻ ഓഫ് ഡബിൾ കോഡ്സിൽ 13 എഴുതിയിട്ടുണ്ട്, ഡബിൾ കോഡ്സിലാണ് 13 എഴുതിയത്, പക്ഷെ ഇത് നമ്പർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ഫോൾസ് ആയിരിക്കും കിട്ടുക. ഈസ് നാൻ ഓഫ് 13, ഇവിടെ വെറുതെയാണ് 13 എഴുതിയിരിക്കണേ, നമ്പർ ആണ്, അതുകൊണ്ട് ഫോൾസ്. ഈസ് നാൻ ഓഫ് ഡബിൾ കോഡ്സിൽ 13.5, ഇത് നമ്പർ മാത്രമേ ഉള്ളൂ, അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഫോൾസ്. ഈസ് നാൻ ഓഫ് 0.123, അതും ഫോൾസ്. അപ്പം ഈസ് നാൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നിങ്ങൾ എഴുതുന്നത് ഒരു നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. നമ്പർ ആണെങ്കിൽ ഫോൾസ്, നമ്പർ അല്ലാത്തത് എഴുതിയ സ്ട്രിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൂ ആയിരിക്കും കിട്ടുക. ഇനി അടുത്തത് ടു അപ്പർ കേസ്, അടുത്ത മൂന്നാമത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ടു അപ്പർ കേസ്. ഇവിടെ ശ്രദ്ധിക്കുന്നത് ഒരുമിച്ച് എഴുതുക. ടു അപ്പർ കേസിന്റെ ഈ യുവും ക്യാപിറ്റൽ, കേസിന്റെ സിയും ക്യാപിറ്റൽ, ഇങ്ങനെ തന്നെ വേണം എഴുതണം. പേരിൽ തന്നെയുണ്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ സ്മോൾ ലെറ്ററിൽ എഴുതിയിരിക്കുന്ന കേസ് ആണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റാനാണ് ടു അപ്പർ കേസ്. സ്മോൾ ലെറ്ററിൽ എഴുതുന്ന കണ്ടന്റിനെ ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റാനാണ് ടു അപ്പർ കേസ്. ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് ദ അപ്പർ കേസ് ഫോം ഓഫ് ദി ഗിവൺ സ്ട്രിങ്. നിങ്ങൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ട് ആക്കാനാണ് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇത് ഈ എക്സാമ്പിളോട് കൂടി തന്നെ പഠിക്കണം, ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല കേട്ടാ. ഇതൊരു എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ തന്നെ പഠിച്ചു വെച്ചാൽ മതി. var x, y, രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എക്സിൽ ഡബിൾ കോഡ്സിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ജാവാസ്ക്രിപ്റ്റിന്ന് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലല്ല നമ്മൾ എഴുതിക്കണം, മിക്സ് ചെയ്തിട്ട് എഴുതിയിരിക്കണേ. എക്സ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി ഡബിൾ കോഡ്സിൽ. ഈ ജാവാസ്ക്രിപ്റ്റിനെ എനിക്ക് ഫുള്ളായിട്ട് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറ്റണം. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യുക? എക്സിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ പുതിയൊരു വേരിയബിൾ എടുത്ത് y ഈസ് ഈക്വൽ ടു എന്തിനെയാണോ മാറ്റേണ്ടത് എന്തിനാണ്? ജാവാസ്ക്രിപ്റ്റ്. അതെവിടെ സ്റ്റോർ ചെയ്തിരിക്കണേ? എക്സ്. ഈ സിൻടാക്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. എന്തിനെയാണോ മാറ്റേണ്ടത്, അത് ഏത് വേരിയബിൾ ആണോ സ്റ്റോർ ചെയ്തിരിക്കണേ? എക്സ് ഡോട്ട് ടു അപ്പർ കേസ് ഓഫ്, ഇതാണ് അതിന്റെ സിൻടാക്സ്. പുതിയ വേരിയബിൾ എടുത്തിട്ട് ഏത് വേരിയബിളിനെയാണോ അപ്പർ കേസിലോട്ട് മാറ്റേണ്ടത് ആ വേരിയബിൾ ഡോട്ട് ടു അപ്പർ കേസ് ഓഫ് എന്ന് കൊടുക്കുമ്പോൾ എക്സിലുണ്ടായ ജാവാസ്ക്രിപ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ജാവാസ്ക്രിപ്റ്റ് ആയിട്ട് മാറും. ആ മാറിയ ഡേറ്റ ഇപ്പൊ എവിടെ കിടപ്പുണ്ട്? y എന്ന് പറയുന്ന വേരിയബിൾ കിടപ്പുണ്ട്. ഇനി y പ്രിന്റ് ചെയ്യിപ്പിക്കുക. അലേർട്ട് ഓഫ് y. അലേർട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? മെസ്സേജ് ബോക്സ് പോലെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരും. അലേർട്ട് ഓഫ്, ഉത്തരം കിടക്കുന്നത് y കൊടുക്കുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന്, ഈ ജാവാസ്ക്രിപ്റ്റ് ഫുള്ള് എന്തായി മാറി? ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറി. കണ്ട, ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഈ എക്സിലെ കണ്ടന്റ് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലോട്ട് മാറി. അലേർട്ട് വെച്ച് പ്രിന്റ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലുള്ള ജാവാസ്ക്രിപ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെറുതെ ടു അപ്പർ കേസ് ഓഫ് എന്നല്ല എഴുതുക, എന്തിനെയാണോ മാറ്റേണ്ടത് ആ വേരിയബിൾ ഡോട്ട് ടു അപ്പർ കേസ്, മാറ്റിയ സാധനം പുതിയൊരു വേരിയബിളിലോട്ട് കൊടുത്തിട്ട് മെസ്സേജ് ആയിട്ട് പ്രിന്റ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് ടു ലോവർ കേസ്. ലോവർ കേസിന്റെ L ക്യാപിറ്റൽ, കേസിന്റെ C ക്യാപിറ്റൽ. It returns the lower case form of the given string. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്ങിനെ ഫുൾ സ്മോൾ ലെറ്ററിലോട്ട് മാറ്റാനാണ് ടു ലോവർ കേസ്. ലുക്ക് അറ്റ് ദ ഫോളോയിങ് എക്സാമ്പിൾ കോഡ്. നേരത്തെ അതേ പ്രോഗ്രാം തന്നെ XY. എക്സിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി, ജാവാസ്ക്രിപ്റ്റ് മിക്സ് ചെയ്തിട്ട് എഴുതിയിരിക്കണം, സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും മിക്സ് ചെയ്തിട്ട് എഴുതിയിരിക്കണേ. പുതിയ വേരിയബിൾ ആണ് y ഈസ് ഈക്വൽ ടു എക്സിനെ എനിക്ക് ഫുള്ള് സ്മോൾ ലെറ്ററിലോട്ട് മാറ്റണം. അപ്പൊ ഞാൻ എന്ത് എഴുതി കൊടുത്ത്? എക്സ് ഡോട്ട് ടു ലോവർ കേസ് ഓഫ്. അപ്പോൾ എക്സിലുണ്ടായിരുന്ന ഈ ജാവാസ്ക്രിപ്റ്റിനെ ലോവർ കേസിലോട്ട് മാറ്റി. എക്സ് ഡോട്ട് ടു ലോവർ കേസ് ഓഫ്. കിട്ടിയ ഉത്തരം എവിടെ സ്റ്റോർ ചെയ്ത്? വൈയിൽ സ്റ്റോർ ചെയ്ത്. ഇനി എന്ത് പ്രിന്റ് ചെയ്യിച്ചാൽ മതി? അലേർട്ട് ഓഫ് y എന്ന് പ്രിന്റ് ചെയ്യുമ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് ഇങ്ങനെയായി മാറി. ഇതെല്ലാം എന്ത് കേസിലാണ്? സ്മോൾ ലെറ്ററിൽ. അപ്പോൾ ലോവർ കേസിലോട്ട് മാറ്റാൻ ടു ലോവർ കേസ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. വെറുതെ യൂസ് ചെയ്യാൻ പാടില്ല, മാറ്റേണ്ട വേരിയബിൾ ഡോട്ട് ടു ലോവർ കേസ് എന്ന് തന്നെ യൂസ് ചെയ്യണം. ഇനി അടുത്ത ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ക്യാർ അറ്റ് ഓഫ്. അറ്റിന്റെ A ക്യാപിറ്റൽ. ഇവിടെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇറ്റ് റിട്ടേൺസ് ദി ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ. നമ്മൾ എഴുതുന്ന സ്ട്രിങ്ങിലെ ആ പെർട്ടിക്കുലർ പൊസിഷനിൽ ഇന്ന ക്യാരക്ടർ ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ആ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ക്യാർ അറ്റ് ഓഫ്. ഇറ്റ് റിട്ടേൺസ് ദി ക്യാരക്ടർ
അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ. നമ്മൾ എഴുതുന്ന സ്ട്രിങ്ങിൽ പെർട്ടിക്കുലർ പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാണ്, ആ ക്യാരക്ടർ മാത്രം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽട്ട് ഇൻ ഫംഗ്ഷനാണ് ക്യാർ അറ്റ് ഓഫ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, ക്യാർ അറ്റ് ഓഫ് 0. പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ അറേയുടെ ഒക്കെ കോൺസെപ്റ്റ് പോലെ 0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഫസ്റ്റ് ക്യാരക്ടറിന്റെ പൊസിഷൻ 0 ആയിരിക്കും. നമ്മൾ എഴുതുന്ന സ്ട്രിങ്ങിലെ ഫസ്റ്റ് ക്യാരക്ടറിന്റെ പൊസിഷൻ 0 ആയിരിക്കും. അപ്പൊ ക്യാർ അറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ റിട്ടേൺസ് ദി ഫസ്റ്റ് ക്യാരക്ടർ ഇൻ ദ സ്ട്രിങ്. ക്യാർ അറ്റ് ഓഫ് 1 എന്ന് പറയുമ്പോൾ റിട്ടേൺസ് ദി സെക്കൻഡ് ക്യാരക്ടർ ഇൻ ദ സ്ട്രിങ് ആൻഡ് സോ ഓൺ. അപ്പോൾ മറക്കണ്ട, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ പലരും തെറ്റിച്ചു വയ്ക്കുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ ക്യാരക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതി കൊടുക്കുക, ക്യാർ അറ്റ് ഓഫ് 3. 8ാമത്തെ ക്യാരക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ക്യാർ അറ്റ് ഓഫ് 7. 1ാമത്തെ ക്യാരക്ടർ കണ്ടുപിടിക്കാനാണെങ്കിൽ ക്യാർ അറ്റ് ഓഫ് 0. ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യണത് 0ൽ നിന്നായതുകൊണ്ട് ഈ പൊസിഷൻ പറയുമ്പോൾ അതിന്റെ 1 പൊസിഷൻ കുറച്ചിട്ടുള്ളതായിരിക്കും നിങ്ങൾക്ക് ക്യാരറ്റിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക എന്നുള്ള കാര്യം മറക്കണ്ട. ഇതും ഇതുപോലെ തന്നെ വെറുതെ ക്യാരറ്റ് ഓഫ് എന്നല്ല എഴുതി കൊടുക്കുക, നേരത്തെ പറഞ്ഞ അതേ പൊസിഷൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മൾ എഴുതി കൊടുക്കുക. എങ്ങനെയാണ്, വാർ എക്സ് കോമ വൈ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. എക്സിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്ത് y ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ക്യാരറ്റ് ഓഫ് 4. എക്സിലെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഉള്ളിലത്തെ ക്യാരറ്റ് ഓഫ് 4 എന്ന് പറയുമ്പോൾ എത്രാമത്തെ പൊസിഷൻ ആയിരിക്കും, അതാണ് ഓർക്ക് 4ാമത്തെ പൊസിഷൻ അല്ല 5ാമത്തെ പൊസിഷൻ. ക്യാരറ്റ് ഓഫ് 4 എന്ന് പറയുമ്പോൾ 0 1 2 3 4 5ാമത്തെ പൊസിഷൻ. എക്സിലെ 5ാമത്തെ പൊസിഷനിലുള്ള ക്യാരക്ടർ ഏതാ, എക്സ് ആണ് ജാവാസ്ക്രിപ്റ്റ്. 5ാമത്തെ പൊസിഷൻ ഏതാ, ജെ 1ാമത്തത്, എ 2ാമത്തത്, വി 3ാമത്തത്, എ 4ാമത്തത്, എസ് 5ാമത്തത്. അപ്പൊ ക്യാരറ്റ് ഓഫ് 4 എന്ന് പറയുമ്പോൾ 5ാമത്തെ ക്യാരക്ടറാണ് എസ്. അപ്പൊ കിട്ടുന്ന ഔട്ട്പുട്ട് എസ് ആയിരിക്കും. അപ്പൊ ക്യാരറ്റ് ഓഫ് 4 എന്ന് വെറുതെ എഴുതാ, നേരത്തെ പോലെ എക്സ് ഡോട്ട് ക്യാരറ്റ് ഓഫ് 4 എന്ന് എഴുതാ. 4 എന്ന് പറയുമ്പോൾ 5ാമത്തെ ക്യാരക്ടർ ആണെന്ന് ഓർക്കുക, കാരണം ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യണത് 0 മുതലാണ്. ഇനി അവസാനത്തേതാണ് ലെങ്ത് പ്രോപ്പർട്ടി. നിങ്ങൾ തൊട്ട് മുമ്പൊക്കെ നോക്കിയേ, ഇതൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഇതിന് മുമ്പ് എഴുതുമ്പോൾ 2 അപ്പർ കേസിന്റെ ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്, അതാണ് ഫംഗ്ഷൻ എന്ന് പറയും, ബിൽട്ട് ഇൻ ഫംഗ്ഷൻ. ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഓപ്പൺ ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് എഴുതരുത്. ലെങ്ത് എന്ന് പറയുന്നത് ഫംഗ്ഷൻ അല്ല, പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ലെങ്ത് എന്ന് മാത്രം എഴുതിയാൽ മതി, ഓഫ് എഴുതരുത്. ലെങ്ത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണേ, ലെങ്ത് പ്രോപ്പർട്ടി റിട്ടേൺസ് ദി ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. നമ്മൾ എഴുതുന്ന സ്ട്രിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ലെങ്ത് പ്രോപ്പർട്ടി. ലെങ്ത് മീൻസ് ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ള ആ ടോട്ടൽ കൗണ്ട് കിട്ടാനാണ് ലെങ്ത് പ്രോപ്പർട്ടി. ലെങ്ത് പ്രോപ്പർട്ടിയും ക്യാരറ്റ് മാറിപ്പോകുന്നത്. ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ പൊസിഷനിലെ ക്യാരക്ടർ കിട്ടാൻ, ലെങ്ത് പ്രോപ്പർട്ടി ടോട്ടൽ സ്ട്രിങ്ങിന്റെ ലെങ്ത് കിട്ടാൻ വേണ്ടി. ഇനി എക്സാമ്പിൾ നോക്കി പിള്ളേരെ, എക്സ് എൻ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് എക്സിൽ ജാവാസ്ക്രിപ്റ്റ് സ്റ്റോർ ചെയ്ത്. ഇനി എൻ ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ എഴുതണം, വെറുതെ എഴുതിയാൽ പറ്റില്ല. എൻ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് എന്തിന്റെയാണോ ലെങ്ത് കണ്ടത്, എക്സിന്റെയാണ് ലെങ്ത് കണ്ടത്, എക്സ് ഡോട്ട് ലെങ്ത് ഇങ്ങനെ തന്നെ കൊടുക്കുക. ലെങ്ത് ഓഫ് എന്ന് കൊടുക്കരുത്. എൻ എന്ന് പറഞ്ഞ പുതിയ വേരിയബിളിൽ എക്സിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. എക്സ് ഡോട്ട് ലെങ്ത് എന്നിട്ട് അലേർട്ട് ഓഫ് എൻ പ്രിന്റ് ചെയ്യുക. ലെങ്ത് എത്രയാണ് ഇതിന്റെ ലെങ്ത്, എക്സിന്റെ ലെങ്ത് എത്രയെന്ന് കാണണം. എക്സ് എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് അല്ലേ, എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 9 10. എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, 10 ക്യാരക്ടേഴ്സ്. അപ്പോൾ എക്സ് ഡോട്ട് ലെങ്ത് എന്ന് പറയുമ്പോൾ എക്സിലുള്ള ജാവാസ്ക്രിപ്റ്റിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 10. അതെവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, ഈ എൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ. അലേർട്ട് ഓഫ് എൻ പ്രിന്റ് ചെയ്യുമ്പോൾ 10 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഒരു സ്ട്രിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ലെങ്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. അപ്പോൾ 6 ബിൽട്ട് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബിൽട്ട് ഇൻ ഫംഗ്ഷൻസ് നോക്കിയേ. ആദ്യത്തത് മെസ്സേജ് ബോക്സിൽ പ്രിന്റ് ചെയ്യാൻ അലേർട്ട്, പിന്നെ നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഈസ്നാൻ, അപ്പർ കേസിലോട്ട് മാറ്റാൻ 2 അപ്പർ കേസ് ഓഫ്, ലോവർ കേസിലോട്ട് മാറ്റാൻ 2 ലോവർ കേസ് ഓഫ്, പൊസിഷൻ പെർട്ടിക്കുലർ പൊസിഷനിലെ സ്ട്രിങ് കണ്ടുപിടിക്കാൻ ക്യാരറ്റ് ഓഫ്. അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ലെങ്ത് പ്രോപ്പർട്ടി.
6 പഠിക്കുക എക്സാമ്പിളോട് കൂടി. ഈ എക്സാമ്പിൾ തന്നെ പഠിച്ചാൽ മതി, ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഔട്ട്പുട്ടും കൂടി വരച്ചു വെച്ചാൽ നല്ല കാര്യം. അപ്പം 3 മാർക്കിനായിരിക്കും ഈ പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ സാധാരണഗതിക്ക് ചോദിക്കാറ് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഒരു പോർഷനാണ് വേസ് ടു ആഡ് സ്ക്രിപ്റ്റ് ടു എ വെബ് പേജ്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, പക്ഷേ ഈ 3 പോയിന്റ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ജാവാ സ്ക്രിപ്റ്റിന്റെ കോഡ് എവിടെയൊക്കെ നിങ്ങൾക്ക് HTMLന്റെ കൂടെയോ അല്ലാണ്ടൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ജാവാ സ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതി കൊടുക്കാം. വേസ് ടു ആഡ് സ്ക്രിപ്റ്റ് ടു എ വെബ് പേജ്. സ്ക്രിപ്റ്റ് ജാവാ സ്ക്രിപ്റ്റിന്റെ കോഡ് എവിടെയൊക്കെ എഴുതി കൊടുക്കാം. ഇതൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ലൈൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നമുക്ക് ജാവാ സ്ക്രിപ്റ്റിന്റെ കോഡ് ബോഡി പാർട്ടിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം, ഹെഡിന്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം. ഹെഡിന്റെ ഉള്ളിൽ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതി കൊടുക്കാം, ബോഡി സെക്ഷനിൽ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ്, HTMLന്റെ കോഡ് വേറെ, ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് വേറെ, അങ്ങനെ എഴുതുന്നതിന് എക്സ്റ്റേണൽ ആയിട്ടും എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് മാത്രമായിട്ട് നമ്മളൊരു ഒരു കോഡ് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് മാത്രമായിട്ട് ഒരു പ്രോഗ്രാം എഴുതിയാൽ അതൊരിക്കലും .html ആയിട്ടല്ല സേവ് ചെയ്യുക. സ്മോൾ ലെറ്ററിൽ പ്രോഗ്രാമിന്റെ പേര് .js, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റേണൽ ആയിട്ട് ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് എഴുതുകയാണെങ്കിൽ സേവ് ചെയ്യേണ്ടത് .js. അപ്പൊ വേസ് ടു ആഡ് സ്ക്രിപ്റ്റ് ടു എ വെബ് പേജ്. വെബ് പേജിലേക്ക് സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യണമെങ്കിൽ എവിടെയൊക്കെ ആഡ് ചെയ്യാം? ഇൻസൈഡ് ബോഡി, ഇൻസൈഡ് ഹെഡ്, എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. എക്സ്റ്റേണലി എഴുതുമ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ കോഡ് സേവ് ചെയ്യേണ്ടത് .js സ്മോൾ ലെറ്ററിൽ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ മെയിൻ ആയിട്ട് പഠിക്കുക. ഫോക്കസ് ഏരിയ വെച്ചിട്ട് എല്ലാ പോർഷനും പറഞ്ഞതൊന്നും വിട്ടുകളയരുത്, എല്ലാം തുടക്കം മുതൽ അവസാനം വരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്ലൈഡുകൾ വെച്ചിട്ട് നോട്ട്സ് എല്ലാം എഴുതിയെടുക്കുക. ഇത് മാത്രം നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ചാൽ മതി, പക്ഷേ ഇതിൽ ഒരു പോർഷൻ പോലും വിടരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി 1-2 പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് പിന്നീട് ചെയ്ത് നോക്കാം. അപ്പം ഇത്രയും പോർഷനാണ് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചാൽ തന്നെ അത്യാവശ്യം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.